Hello, good morning. Good morning, Miss. Good morning, madam. Good morning, Miss. Good morning, ma'am. Yes, good morning. മഴയുണ്ടോ? ഇന്നലെ നമുക്ക് ഭയങ്കര മഴയും പിന്നെ പവർ ഫെയിലിയർ, അതായത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ഇതൊക്കെ കഴിഞ്ഞന്നൊക്കെ എടുത്ത് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ കംപ്ലീറ്റ് ഇത് 24 hours നമുക്ക് ക്ലാസ് കംപ്ലീറ്റ് എടുക്കാൻ പറ്റി. മറ്റേ ടൈം കുറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടല്ലോ അല്ലേ? 12 ക്ലാസ് ഓരോ മണിക്കൂറിലും ഇങ്ങനെ നടക്കുന്നുണ്ട്. 4 hours ക്ലാസ്സുകൾ പോയപ്പോ ഉണ്ടായിരുന്നതൊക്കെ തീർന്നു പോയി. ഇന്നലെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പറ്റിയില്ല. അതിന്റെ അറിയാലോ, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കറണ്ട് ഇല്ലാത്തതും മരം വീഴുന്നതും ഒക്കെ ലൈറ്റൊക്കെ കട്ടായി പോയി. അപ്പൊ അങ്ങനെ ക്ലാസ് എടുക്കാനൊക്കെ പറ്റിയില്ല. അപ്പൊ നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് ആ കിട്ടിയ സമയത്തൊക്കെ യൂസ് ചെയ്യാട്ടോ. അങ്ങനെയൊക്കെ ചിലപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു എന്താ പറയാ ജൂൺ മാസം വരെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ അതനുസരിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് വായിച്ചത് പഠിക്കാം. അപ്പൊ ആ ക്ലാസ് സമയം നമുക്ക് അവിടെ എന്തായാലും യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് കിട്ടുന്ന സമയം നിങ്ങൾ അത് വായിച്ച് പഠിക്കാനായിട്ട് കൂടിയൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടി വെച്ച് എന്താ പറയാ എന്തായാലും ഓരോ മൊഡ്യൂൾസ് വെച്ചാണ് പരീക്ഷ. അപ്പൊ അതെല്ലാം കൂടി ലാസ്റ്റ് എന്തായാലും നമുക്ക് സ്റ്റഡി ലീവ് കിട്ടുമല്ലോ, അത് മാത്രം ആലോചിച്ചിരിക്കരുത് കേട്ടോ. അപ്പൊ കിട്ടുന്ന സമയം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നമ്മുടെ കോഴ്സ് ഒക്കെ എന്താ പറയാ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളൂ. ഓരോ മൊഡ്യൂളിലും 8 ചാപ്റ്റർ ചെയ്തുള്ളൂ. അപ്പൊ കിട്ടുന്ന സമയം നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റേഴ്സും അത് പഠിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയതിന്റെ ബാക്കി ഭാഗത്തുനിന്നാണ് നമുക്ക് തുടങ്ങിയിട്ട്. പറഞ്ഞോ. പേജിന്റെ ഗൈഡ് ഉണ്ടോ? പേജിന്റെ ഗൈഡ് ഉണ്ട്. ആരെങ്കിലും ചോദിച്ചിരുന്നോ അത് അവിടെ? ഇല്ല, ചോദിച്ചിട്ടില്ല. ഇപ്പൊ ചോദിച്ചോളൂട്ടാ. എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചേക്കാം. ഉണ്ട്, മിക്കവാറും കിട്ടുന്നത് കേട്ടാ. ആവശ്യക്കാർക്ക് വേണ്ടവർക്ക് മതിയായിരിക്കില്ല. ഞങ്ങളിത് ചില ആളുകൾ അത് വായിച്ചു പഠിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. നിങ്ങൾ ചിലവർക്ക് അത് തന്നെ വേണം, കൂടുതൽ സമയമൊന്നും സ്പെൻഡ് ചെയ്യാനില്ല, നമുക്ക് ജോലിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പല റീസൺസും ഉണ്ട്. എന്തായാലും അത് നിങ്ങൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം. ഓക്കെ, എനിത്തിങ് എൽസ്? ഇനിയൊന്നും ഇല്ലല്ലോ? ക്ലാസ് എടുത്തോട്ടെ? ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ? ക്ലാസ് തുടങ്ങാണേ. ബാച്ചിന്റെ ക്ലാസ് കഴിഞ്ഞാന്നറിയാം. ഇന്നലെ 11th ബാച്ച് ഡിപ്ലോമ കഴിഞ്ഞാന്നറിയാവോ? കാരണം ഇന്നലെ 11th ബാച്ചിന്റെ ക്ലാസ്സസ് കഴിഞ്ഞോന്നാ? ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടോ ഇല്ലയോ വേറെ അതിന് മിനിങ്ങാന്ന് എടുത്ത് തീർന്നായിരുന്നു മിക്കവാറും എല്ലാവരും. അതിന് മുന്നത്തെ ദിവസം നമ്മൾ എടുത്ത് തീർന്നായിരുന്നു. അപ്പൊ 28 തുടങ്ങി നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അതിന് മുമ്പ് നമ്മൾ തീർക്കണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നില്ലേ? തന്നിരുന്നോ ടൈം ടേബിള്? ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ തീർത്തിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. 11th വേറെ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? 11th കുട്ടികള് ഇവിടെ PG ഉണ്ട്. ക്ലാസ് കഴിഞ്ഞോ ലിറ്റി? യെസ്, കഴിഞ്ഞു എന്നാണ് പറയുന്നത്. സോ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 11th ബാച്ചിൽ ഞാനില്ല. പക്ഷെ എനിക്ക് അറിയാൻ പറ്റും. എനിക്ക് എല്ലാ ക്ലാസ്സസും ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും അതുപോലെ തന്നെ ഓരോ മൊഡ്യൂൾ എക്സാംസ് ഫസ്റ്റ് സെക്കൻഡ് വന്നപ്പോ അതുപോലെ തന്നെ തേർഡ് ഫോർത്ത് വരുമ്പോഴൊക്കെ ഞാൻ എന്നിൽ ത്രൂ ആണ് അങ്ങോട്ട് പോണേ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ ക്ലാസ് ഒക്കെ എടുത്ത് തീർന്നുണ്ട്. ഇനി നിങ്ങളോട് ഇരുന്ന് പഠിക്കാം, പഠിച്ചിട്ട് എക്സാംസ് ഒക്കെ നന്നായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമ്മളുടെ PGയുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ നിർത്തിയെന്നൊക്കെ ഓർമ്മയുണ്ടോ എല്ലാവർക്കും?
ഇന്റർവ്യൂ അസസ്മെന്റ് ഫോം ഒക്കെ നമ്മൾ എടുത്തു. ഒരു എന്താ പറയാ ലെറ്റർ അല്ലെ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിന്റെ ലെറ്റർ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്താ പറയാ കുറച്ച് കണ്ടീഷൻസ് ആണ്. അതായത് ആ ഒരു ലെറ്ററിൽ, ഏത് ലെറ്ററിൽ, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓഫർ കൊടുക്കുന്ന സമയത്ത് ആ ലെറ്റർ നമ്മൾ എന്താണെന്ന് കണ്ടു. ആ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ട് ടു ദ ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. നമ്മൾ എന്താ പറയാ ജോയിൻ ചെയ്യാനുള്ള ഓർഡറുകൾ നിങ്ങളുടെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ താഴെ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നന്നായി വായിച്ചു നോക്കി അത് അഗ്രി ചെയ്യുന്ന രീതിയിൽ, അതെല്ലാം നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ഓർഡർ നമുക്ക് കിട്ടേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ എത്രണ്ണം പറഞ്ഞു എന്ന് ഓർമ്മയുണ്ടോ? വേഗം പറയാം, ഞാൻ ഇനി അവിടെ തുടങ്ങുള്ളൂ. കാരണം ഇനി അത് അതിന്റെ മുന്നത്തത് ഞാൻ വീണ്ടും ചിലപ്പോഴൊക്കെ ക്ലാസ്സിന്റെ തൊട്ടും കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ എവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തുടങ്ങി വീണ്ടും പോകാറുണ്ട്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല, കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളായിരുന്നു അല്ലെ. കോൾ ലെറ്റർ, അതുപോലെ തന്നെ ആ ലെറ്ററിനകത്ത് എന്താ പറയാ ലെറ്ററിന്റെ ഫോർമാറ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിന്റെ ലെറ്റർ പറഞ്ഞു. ആ ലെറ്ററിനകത്ത് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നിങ്ങൾ നന്നായി വായിച്ചു നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾക്ക് നമ്മളുടെ ഫാമിലിയിലേക്ക്, എയിംസ് ഫാമിലിയാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ എയിംസ് ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെ ഹാർദവമായി ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കത്ത് വായിച്ചു. അതിന്റെ ഫോർത്ത് പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു അല്ലെ. സാലറിയുടെ കേസ് വരെയാണ് നമ്മൾ പറഞ്ഞത്, റൈറ്റ്? അതല്ലേ നമ്മൾ പറഞ്ഞത്, സാലറിയുടെ കാര്യം വരെ. അതായത് ആദ്യം തന്നെ പറഞ്ഞത്, അതിനകത്ത് ആദ്യത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഫസ്റ്റ് വരുന്നത് നിങ്ങളുടെ ജോയിനിങ് ഡേറ്റ് മുതലാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുന്നത്. ദ ഡേറ്റ് ഓൺ വിച്ച് യു ആർ ഗോയിങ് ടു ജോയിൻ. നിങ്ങൾ ഏത് ഡേറ്റിനാണോ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ 1st ജൂണിലാണെങ്കിൽ 1st ജൂൺ, അല്ലെങ്കിൽ 2nd ജൂണിലാണെങ്കിൽ 2nd ജൂൺ. അപ്പൊ ആ ഡേറ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ സാങ്ഷൻ ആകുക, അപ്പോയിന്റ്മെന്റ് സാങ്ഷൻ ആകുക എന്ന് പറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു ജോയിനിങ് ഓർഡർ നമുക്കിവിടെ തരണം. അക്സെപ്റ്റിംഗ് ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വിച്ച് ആർ ഗിവൺ ബൈ ദ കമ്പനി. അതായത് നമ്മുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്യാമെന്ന് ഉള്ള ഒരു ഓർഡർ, ജോയിനിങ് ഓർഡർ തന്ന ആ ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ്ങിൽ നിങ്ങൾ അതിന്റെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ഇന്നൊരു ഡിപ്പാർട്ട്മെന്റിലെ ഇന്ന ആളായിട്ടാണ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് അവിടുത്തെ ഇന്ന സ്റ്റാഫ് ആയിട്ടാണ്, ടെക്നിക്കൽ സ്റ്റാഫ് ആണോ അല്ലെങ്കിൽ നഴ്സ് ആണോ, ആ രീതിയിലാണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എന്താ പറയാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ചെയർമാന് അറിയിച്ചിട്ട്, റിപ്പോർട്ടിംഗ് ടു ദ ചെയർമാൻ ത്രൂ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ആ ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണോ ആ ആളെ നമ്മൾ ചെയർമാൻ വഴി നിങ്ങളുടെ ആ ഒരു ഡെസിഗ്നേഷൻ അറിയിക്കുന്നതായിരിക്കും. ഇന്ന സ്ഥലത്താണ് നിങ്ങളെ അപ്പോയിന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് മൂന്നാമത്തെ പറഞ്ഞത്. നാലാമത്തേത് കൺസിഡറിങ് ദ സാലറിയാണ്. സാലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു കൺസോളിഡേറ്റഡ് സാലറി ഇത്ര രൂപയാണ്, പെർ മന്ത് ഇത്രയാണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് അവിടെ മെൻഷൻ ചെയ്യും. ആ ഡാഷ് ടെർനോട്ട് അതൊക്കെ ഫിൽ ചെയ്താണ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ഫോർമാറ്റ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ത് ചെയ്യുന്നു, ഓഫർ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സാധനം കൂടി അറ്റാച്ച് ചെയ്ത്, ആ ലെറ്ററിന്റെ ഒപ്പം അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കും. അപ്പൊ ആവശ്യമുള്ള സ്ഥലത്ത് ഡാഷ് ടെർനോട്ടൊക്കെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, കമ്പനി ഓർഗനൈസേഷൻ വാട്ട് ഈസ് പ്രിഫറിങ്, ആ ഒരു ആളില്, ആ ഒരു എംപ്ലോയില്, കാൻഡിഡേറ്റിൽ എന്താണോ അവർ പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് അവിടെയൊക്കെ ഫിൽ ചെയ്യും അല്ലെ. അപ്പൊ സാലറി ഇത്രയായിരിക്കും. പിന്നെ നിങ്ങൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ട കൺവെയൻസ് എത്രയാണോ അതിന് വേണ്ടി വരുന്ന ചെലവ്, യാത്രാ ചെലവൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ആൻ ആനുവൽ ഇൻക്രിമെന്റ്, വർഷത്തിൽ നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് സാലറി ഇൻക്രിമെന്റ് ഉണ്ട്. മേ ബി 2% ആകാം, 5% ആകാം, 10% ആകാം. ഡിപ്പെൻസ് അപ്പോൺ ദ സാലറി ആൻഡ് ഓൾസോ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ പറയുന്ന രീതിയിലായിരിക്കും ആ ഒരു ഇൻക്രിമെന്റ് ഉണ്ടാകുക. അതല്ലാതെ വീണ്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റാൻഡേർഡിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ജോബിൽ നമ്മൾ കാണുന്നതെങ്കിൽ, യു ആർ പെർഫോമിംഗ് എക്സ്ട്രാ ഓർഡിനറിലി rather than the standard fixed by the organization. നമ്മുടെ ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡിൽ എബവ് ആണ്, എക്സ്ട്രാ ഓർഡിനറി ആണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻക്രിമെന്റ് ഇൻ സാലറിയും ഉണ്ടായിരിക്കുമെങ്കിൽ അതും അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്ര പെർസെന്റേജ് വീതം അഡീഷണൽ ഇൻക്രിമെന്റ് ഇൻ സാലറി. മറ്റേത് വർഷത്തില് അത് എല്ലാവർക്കും കൊടുക്കുക, വർഷം ഇത്ര പെർസെന്റേജ് വീതം സാലറി ഇൻക്രിമെന്റ് ഉണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ നമ്മളുടെ പെർഫോമൻസ് നമ്മുടെ ഓർഗനൈസേഷന് സാറ്റിസ്ഫൈഡ് ആകുമ്പോൾ,
അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര അത്യാഹ്ലാദം കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ആളുടെ ഒരു ജോലി കൊണ്ട് കമ്പനിക്ക് വലിയ വലിയ ഗുണങ്ങള് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ദ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഓഫ് ദാറ്റ് എംപ്ലോയി. ആ ഒരു എംപ്ലോയിയുടെയും കൂടി എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ജോലിക്കാരനാണ്, അങ്ങനെ ഉണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാലറിയിലും ഒരു അഡീഷണൽ ഇൻക്രിമെന്റ് കൂടി കിട്ടും. ഇവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നൗ ലെറ്റ്സ് റീഡ് ദ ഫിഫ്ത്ത് ടേം. ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇവിടെ നമ്മൾ വായിച്ചു തന്നെയാണ് അതിന്റെ മീനിങ് പറയുന്നത്. ബിക്കോസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് തിരുത്താനൊന്നും പറ്റാത്തതുകൊണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഇങ്ങനെ വായിച്ചു പറയാറില്ല, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ആൻഡ് യു വിൽ ബി ഓൺ പ്രൊബേഷൻ ഫോർ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. പിന്നെ എന്താ പറഞ്ഞ, നമ്മൾ ജോയിനിങ് ചെയ്യുന്ന ഡേറ്റ് മുതൽ ഒരു ആദ്യത്തെ 6 മാസക്കാലം നിങ്ങൾക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. പ്രൊബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, നിങ്ങൾ എത്രത്തോളം ആ ഒരു ജോലി നല്ല രീതിയിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അളക്കണം അല്ലെ. എല്ലാവരും വരുമ്പോ തന്നെ എന്താണോ കമ്പനി ഉദ്ദേശിക്കുന്നത് ആ രീതിയിലേക്ക് അവര് ജോലി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, എല്ലാവർക്കും പറ്റുമെന്ന് വരില്ല. ചില ആളുകൾ പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുത്ത് വേഗം തന്നെ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് ടാർഗറ്റിലേക്ക് എത്താൻ ശ്രമിക്കും. പക്ഷെ ചില എംപ്ലോയീസിന് അത് പറ്റില്ല. സോ ആ ഒരു പീരീഡ് നമ്മളത് നോക്കും, നിങ്ങളുടെ എന്താ പറയാ ജോലി, നിങ്ങളുടെ പെർഫോമൻസ് എത്രത്തേക്ക് ഉണ്ടെന്ന് അസസ് ചെയ്യും, അവാലുവേറ്റ് ചെയ്യും. ആ ഒരു പീരീഡ് അതിനെയാണ് നമ്മൾ പ്രൊബേഷൻ പീരീഡ് എന്ന് വിളിക്കുക. അതിനുശേഷമായിരിക്കും നമ്മൾ അവരെ പെർമനന്റ് ആക്കുക. ഓക്കെ, അപ്പൊ ആ പ്രൊബേഷൻ പീരീഡ് 6 months ആയിരിക്കും. എവിടെ തുടങ്ങി? ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്, ജോയിൻ ചെയ്യുന്ന ഡേറ്റ് മുതൽ ഓൺ കംപ്ലീഷൻ ഓഫ് 6 months. ഇനി ആ ഒരു പ്രൊബേഷൻ പീരീഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ പെർഫോമൻസ് വിൽ ബി ഇവാലുവേറ്റഡ്. ആ മാസം വരെയുള്ള നിങ്ങളുടെ പെർഫോമൻസ് നമ്മൾ ഒന്ന് വിലയിരുത്തും. എല്ലാ രീതിയിലും നിങ്ങൾ ചെയ്ത ജോലി, നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി, നിങ്ങളുടെ എക്സിറ്റിംഗ് ടൈം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയതിനു ശേഷം അത് HR പോളിസിക്കും വെച്ചിട്ടാണ്. HR പോളിസി പഠിച്ചല്ലോ അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ടുള്ള കുറെ പേഴ്സണൽ പോളിസീസ് ഉണ്ട്, തൊഴിൽപരമായ കുറെ നയങ്ങൾ. അതുമായിട്ട് ഒത്തുനോക്കും, ഇവാലുവേറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങളുടെ സർവീസസ് കൺഫേം ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ അക്കോർഡിംഗ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മാനേജ്മെന്റ് കൊടുക്കുന്ന വിവരണങ്ങളുടെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ HR പോളിസിക്ക് നിരക്കുന്നതുമായിട്ടുള്ള പെർഫോമൻസ് ആണോ നിങ്ങൾ കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ആ 6 മാസം കൊണ്ട് എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, 6 മാസം കഴിയുമ്പോഴേക്കും, ഓക്കെ, ആ പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും. അങ്ങനെ ഇനി എന്നിട്ട് എന്താ ചെയ്യുക? ഇഫ് യുവർ പെർഫോമൻസ് ഈസ് നോട്ട് അപ് ടു ദ ഡെസിഗ്നേറ്റഡ് മാർക്ക്, നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു മാർക്കിങ്ങിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് നിങ്ങളുടെ പെർഫോമൻസ് വന്നില്ല എങ്കിൽ, ആൻഡ് ഫോർസീ ദാറ്റ് യു ഇംപ്രൂവ് യുവർ പ്രൊബേഷൻ പീരീഡ് വിൽ ബി എക്സ്റ്റെൻഡഡ് ഫോർ എ പീരീഡ് ഓഫ് 6 months. മാത്രമല്ല, അപ്പൊ നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. കമ്പനി പറഞ്ഞിരിക്കുന്നത് നമ്മളോട് ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണ് നീ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഒരു ഡേയിലോ അല്ലെങ്കിൽ ഒരു മന്തിലോ നിങ്ങൾ ഒരു 100 units പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് നമ്മൾ നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണേന്ന് പറയാമെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ജോലി ചെയ്യുന്നു. അപ്പൊ 1 മാസം അല്ലെങ്കിൽ 2 മാസം 6 മാസം കഴിയുമ്പോൾ, 6 മാസം പ്രൊബേഷൻ പീരീഡ് തുടങ്ങുമ്പോൾ തന്നെ അപ്പൊ ഒരു മന്തിൽ നിങ്ങൾ 100 units ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ അത് 6 മാസം ആകുമ്പോഴേക്കും ഐ തിങ്ക് ഇത് നമുക്കറിയാം, അതൊരു കാൽക്കുലേഷനിൽ വരുമ്പോൾ 600 units നമ്മൾ ആ ഒരു 6 മാസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കമ്പനിയുടെ ടാർഗറ്റ്. പക്ഷേ നമ്മൾ ആ ഒരു എന്താ പറയാ 600 unitലേക്ക് എത്തിയില്ല. മാസം 100 unit വീതം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ 600 എത്തിയില്ല, ഒരു 500 units നമുക്ക് എത്താൻ പറ്റുള്ളൂ. ടാർഗറ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. അങ്ങനെയാണെന്ന് നോക്കുമ്പോൾ 500 units എത്തിയിട്ടുള്ളൂ. ആൻഡ് നമ്മുടെ ടാർഗറ്റ് 600 units ആണ്. പക്ഷെ നോക്കി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലാക്കുകയാണ്, മുൻകൂട്ടി കാണുകയാണ് എന്തെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ചുകൂടി ഒന്ന് ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചൊന്ന് സമയം നീട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ they can do better, far better, കുറച്ചുകൂടി നന്നായി ഇവർക്ക് ചെയ്യാൻ കഴിവുള്ളവരാണ്. അവരത് വന്നപ്പോൾ തന്നെ ട്രെയിനിങ് ചെയ്തു, അവർ ശ്രമിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്രൊബേഷൻ പീരീഡ് നെക്സ്റ്റ് ഒരു 6 monthsലേക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ കമ്പനികൾ കൊടുക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, മിക്ക ഓർഗനൈസേഷനിലും ഉണ്ട്. ഇത് ഞാൻ ഒരു നമ്പർ ഓഫ് യൂണിറ്റിന്റെ കാര്യം പറഞ്ഞു, എന്തെങ്കിലും ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞത് മാത്രം. ഇത് വസ്തുവല്ല, അല്ലാതെ ഇപ്പൊ ഞാൻ ഇവിടെ നടത്തുന്നത് പഠിപ്പിക്കലാണ്. ഞാൻ എന്താണ് നിങ്ങൾക്ക് തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതെ ഇന്ന സാധനം ഇത്രയും എനിക്ക് തന്നു ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഓൾസോ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്താ നിങ്ങളിലേക്ക് തന്നത്. മാനേജ്മെന്റ് വന്ന് ചോദിക്കാൻ പറ്റും, ടീച്ചർ ഇവിടെ എന്താ ചെയ്തേ, ടീച്ചർ എന്താ കുട്ടികൾക്ക് കൊടുത്തേ എന്ന് ചോദിച്ചാൽ അളന്നെടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. ബിക്കോസ് ഇറ്റ്സ് എ സർവീസ്. കാരണം എന്താ, അതൊരു സേവനമാണ്. ആ സേവനത്തെ നമുക്ക് അളക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഡോക്ടേഴ്സിന്റെ സേവനം, അഡ്വക്കേറ്റ്സിന്റെ സേവനം, ടീച്ചേഴ്സിന്റെ ഇതൊക്കെ സേവനമാണ്. മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഇപ്പൊ ഒരു കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എന്തെങ്കിലും കമ്പനിയാണെന്ന് വിചാരിക്കാം. അവിടെ നമ്പർ ഓഫ് കാർസ് അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, അവിടെ എണ്ണമുണ്ട്.
കാരണം അതൊരു ഫിസിക്കൽ പ്രൊഡക്ഷൻ ആണ്, അല്ല ഒരു ഭൗതികമായ ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്നതാ. വസ്തുക്കളും കമോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കമോഡിറ്റീസ് can be seen, നമുക്ക് കാണാൻ പറ്റും. ഇത്ര എണ്ണം ഉത്പാദിപ്പിച്ചു, ഇത്ര എണ്ണം അല്ലെ വർക്കിംഗ് പ്രോഗ്രസിലാണ്, ഇനി ഇത്ര എണ്ണം പൂർത്തിയാക്കാനുണ്ട് അല്ലെ. അതേസമയം സർവീസ് എത്രത്തോളം എന്താണെന്ന് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്തൊരു വസ്തുവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പെർഫോമൻസ് എന്ത് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പറഞ്ഞ ടാർഗറ്റിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ നമ്മളെ പെർമനന്റ് ആകും. അതർവൈസ് എന്ത് പറ്റും, നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ, അതിലേക്ക് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റും എന്ന് കാണുന്ന എംപ്ലോയീസിനെ എന്ത് ചെയ്യും, അവര് ഒരു 6 months കൂടി എന്ത് കൊടുക്കും, എക്സ്റ്റൻഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് കൊടുക്കും. ആൻഡ് മാത്രമല്ല, ഇഫ് യുവർ പെർഫോമൻസ് ഈസ് ഫൗണ്ട് സബ് സ്റ്റാൻഡേർഡ്, ഇനി എന്താ, ഒരിക്കലും ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റില്ല എന്നാണെങ്കിൽ, എന്ന് വെച്ചാൽ അവർ ഉദ്ദേശിച്ചിട്ട് 500 യൂണിറ്റ്സ് എങ്കിലും മറ്റവർ പ്രൊഡ്യൂസ് ചെയ്തു, ഒരു 300 എന്ന് വെച്ചാൽ ആവറേജ് പോലും എത്തിയില്ല, അതായത് ഒരു എന്താ പറയാ ഹാഫ് പാർട്ട് പോലും ആൾക്ക് ഈ 6 മാസം കൊണ്ട് പറ്റിയില്ല എങ്കിൽ, അങ്ങനെയൊക്കെയാണ് അതിനെയാണ് സബ് സ്റ്റാൻഡേർഡ് ചോദിക്കാം. നമ്മുടെ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ പറ്റാത്ത ഒരു രീതിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളിൽ നമ്മളെ ഇന്റിമേറ്റ് ചെയ്യുന്നു, അത് ഇങ്ങനെ തന്ന് നമ്മളോട് പറയും സർവീസസ് വിൽ ബി ടെർമിനേറ്റഡ്, നിങ്ങളുടെ സേവനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ നിങ്ങളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പെർമനന്റ് ആക്കാനൊന്നും പറ്റില്ല. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ടൈം പീരീഡിനുള്ളിൽ ദ സ്റ്റാൻഡേർഡ് which is fixed by the organization should be attained. ആ ഒരു സ്റ്റാൻഡേർഡ് എന്താണോ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ എത്തിച്ചേരണം. എത്തിയില്ല, എത്താൻ പറ്റുമെന്ന് തോന്നുന്ന ചില എംപ്ലോയീസ് ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് ഒരു എക്സ്റ്റൻഷൻ ടൈം കൊടുക്കുന്നതാണ്. ഇതൊരു മറ്റൊരു കണ്ടീഷനാണ്. ക്ലിയർ ആയോ? 6ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇങ്ങനെയൊക്കെയാണ് പെർമനന്റ് ആക്കുന്ന, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടൊക്കെ കുറച്ച് നാളൊക്കെ നമ്മൾ ജോലി ചെയ്യേണ്ടി വരും പ്രൊബേഷൻ പീരീഡില്. മനസ്സിലായെങ്കിൽ ആയിന്ന് പറയാ, അല്ലെങ്കിൽ നമുക്കിവിടെ എന്താ പറയാ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പെട്ടെന്നൊന്ന് എസ്ഒയോ നോയോ എന്താന്ന് വെച്ചിട്ടോളൂ കേട്ടോ. Yes, 7th point is that your designation will be subject to change in due course of time as per the company's requirement and subsequent promotions based on your performance. ഇനി എന്താ, ഇനി നിങ്ങളുടെ ഡെസിഗ്നേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ടെക്നീഷ്യന്റെ ജോലിയിൽ നിങ്ങൾക്ക് ജോലി തന്നു എന്ന് വിചാരിക്കാം. ആ ഒരു പൊസിഷൻ, അതിനെയാണ് ഡെസിഗ്നേഷൻ വിളിക്കുക. അങ്ങനെ നമ്മൾ തരുന്നു. പക്ഷേ ചിലപ്പോ പോകെ ചിലപ്പോ ഡ്യൂ കോഴ്സ് ഓഫ് ടൈമില് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ ആവശ്യപ്രകാരം ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് ഒരു ചേഞ്ച്, ഒരു മാറ്റം അവിടെ നിന്ന് മാറ്റി ചിലപ്പോൾ നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് ഇട്ടേണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊമോഷൻസും ഒക്കെ തരാൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ ഡെസിഗ്നേഷൻ ചിലപ്പോൾ ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊമോഷൻസ് തരാനും ഒക്കെ ഉള്ള ഒരു അധികാരം കമ്പനിക്ക് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എങ്കിൽ ഓക്കെ. അല്ല, എനിക്ക് പറ്റില്ല, എന്നെ ഇവിടെ തന്നെയാണ്, എനിക്ക് ഇനി നിങ്ങൾ വേറെ സ്ഥലത്ത് എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നാൽ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഇവിടെ ജോലി ചെയ്തു അത് കഴിഞ്ഞ് മാറ്റി തരാനാണെങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്നുള്ളവർ അത് അറിയിക്കണം. കാരണം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഷുഡ് ബി റെഡ് ബൈ ദ കാൻഡിഡേറ്റ് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കണം. അതിനകത്ത് എന്ത് എഴുതിയേക്കണേ, എന്നിട്ട് നമ്മൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ സൈൻ ചെയ്ത് അങ്ങോട്ട് ഈ സാധനം കൊടുത്താനുള്ള എന്താ പറയാ ഉറപ്പ്. സൈൻ ചെയ്ത അതിന്റെ അർത്ഥം എന്താ, നമ്മൾ ഈ പറയുന്ന എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ്. അപ്പൊ പിന്നീട് അതിന് മാറ്റം വായിക്കും, ഞാൻ അന്ന് അത് മുഴുവൻ വായിച്ചില്ല, പകുതിയെ വായിച്ചുള്ളൂ സാറേ എന്നൊക്കെ പറഞ്ഞത് ഒരു കാര്യമില്ല അല്ലെ. നമുക്ക് എഴുത്ത് വായനയൊക്കെ അറിയുന്നവരല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റം വരുത്താൻ കമ്പനിക്ക് അധികാരമുണ്ട്. ഡ്യൂട്ടീസ് ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവിടെ അവർ പറഞ്ഞു തരുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ജോബിനെ കുറിച്ചുള്ള വിശദ വിവരം, എന്തൊക്കെയാണ് നമ്മൾ ആ ജോലിയിൽ ചെയ്യേണ്ടത്, നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്താണ്, ആ പറഞ്ഞേക്കണ കാര്യമൊക്കെ അതാണ് നിങ്ങളുടെ ജോലി. Any additional duties as deemed necessary will be assigned to you from time to time by the management through the head of the department or HR department. ഇനി നിങ്ങൾക്ക് ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് ജോലികളൊക്കെ ഡ്യൂട്ടീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യണം. കൂടാതെ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റോ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ഒക്കെ തരാണെങ്കിൽ യു ആർ ഡീംഡ് ടു ഓൾസോ ഡു ദാറ്റ്. നമ്മൾ അതും ചെയ്യാൻ എന്താണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞേക്കണേ. മനസ്സിലായോ? ഒരു ജോലി ഇപ്പൊ ടീച്ചിങ് ജോലിയാണ് എന്നോട് പറഞ്ഞിട്ട് ഇവിടെ എടുത്തേക്കണേ, പക്ഷെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്. ഇനി മാനേജ്മെന്റ് എന്തെങ്കിലും കാര്യം അത്യാവശ്യമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ യു ആർ ഡീംഡ് ടു ഡു ദാറ്റ്. നമ്മൾ അതും ചെയ്യാൻ നിർബന്ധിതരാകണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. മാനേജ്മെന്റിന്റെ കണ്ടീഷൻസിൽ അവർ പറഞ്ഞിരിക്കുകയാണ്. സോ ഇഫ് ഐ ആം ഓക്കെ ഐ ക്യാൻ ഫോളോ, അതർവൈസ് ഐ ഹാവ് ടു റിജക്ട്. അല്ല, പറ്റില്ല, എനിക്കിതൊന്നും പറ്റുന്ന കാര്യമല്ല, എന്റെ ജോലി ടീച്ചിങ് ആണ്, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ ഇവിടെ വന്നിട്ട്, ബാക്കിയൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എങ്കിൽ
എന്താ ചെയ്യുക, അപ്ലൈ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ സൈൻ ചെയ്ത് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഇഫ് യു ആർ നോട്ട് ഓക്കെ, നമുക്ക് പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമുക്ക് ഓക്കെ അല്ല, സെറ്റ് ആകുന്നില്ല എങ്കിൽ നമ്മൾ സൈൻ ചെയ്യേണ്ട, പോക വേണ്ട പരിക്ക് അല്ലെ. അപ്പൊ ഈ പറയുന്ന കാര്യം കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ മാനേജ്മെന്റ് ഫ്രം ടൈം ടു ടൈം ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ തരും. ടീച്ചിങ് മാത്രമല്ല, ടീച്ചർ ഇന്ന കാര്യം കൂടി ഒന്ന് ചെയ്യണോട്ടോ, ടീച്ചർ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു ഡു ഇറ്റ്. അത് ഞാൻ ചെയ്യണം, കാരണം ഇറ്റ് ഈസ് ഓൾറെഡി റിട്ടൺ ഇൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? 8th പോയിന്റ്, 8ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നിങ്ങൾ ഉറങ്ങിപ്പോവാതെ കൊണ്ട് ഇരിക്കണം. തണുപ്പാണ്, മഴയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പൊ അതുകൊണ്ട് അതില്ലാതിരിക്കാൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് എസ് ഒക്കെ ഇട്ടോട്ടാ. ഇനി ഡ്യൂറിംഗ് ദ ടെന്യൂർ ഓഫ് യുവർ എംപ്ലോയ്മെന്റ് വിത്ത് us, you shall devote your full time attention to the organization and shall not either work full-time or part-time for any other organization or engage directly or indirectly in any other profession or occupation outside the organization without the written consent of the management. എന്താ അത്? ഇത് മറ്റൊരു ടേം ആൻഡ് കണ്ടീഷൻ ആണ്. അതായത് നിങ്ങളുടെ ഇവിടെയുള്ള നമ്മളുടെ ഈ സ്ഥാപനത്തിലുള്ള ജോലിയുടെ കാലയളവിൽ, ആ ടെന്യൂറിൽ, ആ ഒരു സമയത്ത് യു ഷാൽ ഡിവോട്ട് യുവർ ഫുൾ ടൈം, നിങ്ങളുടെ ഫുൾ ടൈം പെർഫോമൻസ് എവിടെയായിരിക്കണം? ഈ സ്ഥാപനത്തിലായിരിക്കണം. ഇനി നിങ്ങൾ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ ഫുൾ ടൈം ആയിട്ടോ ഹാഫ് ടൈം ആയിട്ടോ മറ്റൊരു ഓർഗനൈസേഷനിൽ നേരിട്ടോ അല്ലാതെയോ ജോലി ചെയ്യാൻ പാടുള്ളതല്ല. എന്തൊഴികെ ഐദർ ഫ്രം ദ കൺസെന്റ് ഓഫ് ദ മാനേജ്മെന്റ്, നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിട്ടേൺ കൺസെന്റ് നമ്മുടെ മാനേജ്മെന്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. മാനേജ്മെന്റ് പറയണം, ഓക്കെ നീ ഒരു എന്താ പറയാ പാർട്ട് ടൈം ആയിട്ട് ഇവിടുത്തെ ജോലി കഴിഞ്ഞ് പാർട്ട് ടൈം ആയിട്ട് 5 മണി കഴിഞ്ഞ് നീ അവിടെ പോയി അവിടെ ജോലി ചെയ്തോ എന്നൊരു റിട്ടേൺ കൺസെന്റ് തന്നെ എഴുതി വാങ്ങിച്ചിരിക്കണം. അതല്ലാത്ത പക്ഷം നിങ്ങൾ മറ്റൊരു സ്ഥാപനത്തില്, മറ്റൊരു ഓർഗനൈസേഷനിൽ, മറ്റൊരു ഫേമില് ജോലി ചെയ്യാൻ അത് പാർട്ട് ടൈം ആയിക്കോട്ടെ ഫുൾ ടൈം ആയിക്കോട്ടെ ഏതെങ്കിലും ടൈമിലായിക്കോട്ടെ പാടുള്ളതല്ല എന്നാണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന കാര്യം. ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു, ചില സ്ഥലത്ത് അപ്പുറത്ത് മാറി ജോലി ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താ പറയാ, അത് ചില ഓർഗനൈസേഷനിൽ നടപ്പാകൂല. അത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന കോളേജസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ സാറുമാരൊക്കെ ചിലവരൊക്കെ അതേ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിപ്പിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ CA കോഴ്സുകൾ, CMA കോഴ്സുകളൊക്കെ അത് ചില ഇതിൽ പഠിപ്പിച്ചിട്ട് അത് തന്നെ അവര് വേറൊരു അങ്ങനത്തെ അതേ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷനിലും മറ്റൊരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൺസെന്റ് വേണം. ഇവിടുത്തെ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നു, ഇവിടെ എനിക്ക് ഇത് പഠിപ്പിക്കാൻ ഞാൻ വരുന്നു, ഇനി പാർട്ട് ടൈം ആയിട്ട് വേറെ സ്ഥലത്ത് പഠിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഇവിടുന്ന് മാനേജ്മെന്റ് എന്താ പറയാ, ഇങ്ങനെ ഇതുപോലെയുള്ള കോഴ്സുകൾ തന്നെയാണ്. അപ്പൊ സിമിലാരിറ്റി ഉള്ള കോഴ്സുകൾ തന്നെ ആകുമ്പോൾ അത് പഠിപ്പിക്കുന്നതിൽ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ചിലപ്പോൾ അത് ആ ഒരു ഓർഗനൈസേഷന്റെ എംപ്ലോയി ആണ്, അതുകൊണ്ട് അതിന്റെ ഇമാജിനെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ ഇവിടെ പഠിപ്പിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ അവിടെ പോയി പഠിപ്പിച്ചോ, നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. പക്ഷെ അത് റിട്ടേൺ കൺസെന്റ് തന്നെയായിട്ട് വാങ്ങിച്ചു വെക്കണം. അത് കഴിഞ്ഞ ശേഷം പിന്നീട് അയ്യോ നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയ, മാനേജ്മെന്റ് പറയണം നമ്മളുമായിട്ടൊരു ബന്ധമില്ല, നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ ഇന്ന ഓർഗനൈസേഷനിലെ ജോലിക്കാരനാണ്, നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന ആൾക്ക് അവിടെയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ട് നമ്മൾ ആ ഒരു ഓർഗനൈസേഷനുമായിട്ട്. അപ്പോൾ അത് മറ്റൊരു ഓർഗനൈസേഷനിൽ പോയി ഏതെങ്കിലും തരത്തില് മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾക്കൊക്കെ കാരണമാകുമ്പോൾ ഇങ്ങനെയുള്ള ചെയ്യലുകൾ വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റിട്ടേൺ കൺസെന്റ് വേണമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 9ാമത്തെ പോയിന്റ് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? മനസ്സിലാവാത്ത പോയിന്റ് പെട്ടെന്ന് പറയണോ. 10th point, if deemed necessary, you will be liable to be transferred to any other department or branch officer or sister concern of the organization anywhere in India. ഇനി ചിലപ്പോ ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ഒക്കെ തരും. എവിടേക്ക്? മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്രാഞ്ച് ഓഫീസിലേക്കോ. ഇവിടെ നിന്ന് തന്നെ ഇതിന്റെ തന്നെ ബ്രാഞ്ച് ഇപ്പൊ എറണാകുളമുള്ള ഒരാളാണ്, ചിലപ്പോൾ നമുക്ക് ഒരു ബ്രാഞ്ച് മറ്റേതെങ്കിലും ഡിസ്ട്രിക്റ്റിലേക്ക്, തൃശ്ശൂർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ മാറ്റം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ കമ്പനി അത് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും, നിങ്ങൾ പോകേണ്ടി വരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിസ്റ്റർ കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ, സഹോദര സ്ഥാപനം എന്ന് കേട്ടിട്ടില്ലേ? ഇതിന്റെ തന്നെ സഹോദര സ്ഥാപനം അല്ലെങ്കിൽ ഇവരുടെ തന്നെ എന്താ പറയാ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റേതെങ്കിലും നടത്തുന്ന മറ്റൊരു സ്ഥാപനം. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റർ കൺസേൺസിലേക്ക് എനിവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയെങ്കിലും വിടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജോലി ചെയ്യേണ്ടി വരും. നിങ്ങൾ അതിന് ബാധ്യസ്ഥരാണ് എന്നാണ്. യു വിൽ ബി ലയബിൾ, നിങ്ങൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ പോയി ചെയ്യേണ്ടി വരും എന്ന്. അപ്പൊ പറ്റില്ല എങ്കിലും ഓക്കെ, എനിക്ക് പറ്റില്ല, എനിക്ക് ഇവിടെ മാത്രമേ പറ്റുള്ളൂ എന്ന് നമ്മളുടെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കുന്ന നിങ്ങൾക്ക് സജഷൻസ് പറയാവുന്നതാണ്. ഓക്കെ,
Then the next one, you will have to be abide by the existing rules and regulations of the organization and future amendments. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ്, റൂൾസ്, റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യാൻ നിർബന്ധിതനാണ്. നിങ്ങൾ നിർബന്ധമായും അതൊക്കെ ഫോളോ ചെയ്യണം. ഇനി മാത്രമല്ല ഫ്യൂച്ചർ അമെൻമെന്റ്സ്, എന്താ ഭാവിയിൽ നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ അല്ലെങ്കിൽ അതും ഫോളോ ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഓക്കെ, അതായത് ചിലപ്പോൾ ഈ നിയമങ്ങൾ, ഇതിൽ നിന്ന് കുറെ നിയമങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ആ നിയമത്തിൽ കുറച്ച് ഏതെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തും. സോ യു ഹാവ് ടു ബി ലയബിൾ ടു ഫോളോ ദാറ്റ് ഓൾസോ. ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഫ്യൂച്ചർ അമെൻമെന്റുകൾ കൊണ്ടുവരുന്ന എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് നിർബന്ധിതരാകണം എന്നാണ് പറഞ്ഞത്. If you wish to leave the services, you will have to submit a letter of resignation with a notice period of 1 month. നിങ്ങൾ ഇനി ഏതെങ്കിലും രീതിയിൽ നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു ഓർഗനൈസേഷനിലെ സേവനം മതിയാക്കി റിസൈൻ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു 1 month ബിഫോർ ഒരു നോട്ടീസ് എന്ത് ചെയ്യണം, റെസിഗ്നേഷൻ ലെറ്റർ ആയിട്ട് നിങ്ങളുടെ തരണം. അതായത് 1 മാസം മുമ്പേ തന്നെ അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം എന്താ, ഇപ്പൊ ആള് പോയി, അവിടെ ഒരു വേക്കന്റ് ആയി കിടക്കുകയാണ്. ഒരു ദിവസം പോലും ചിലപ്പോ ഒരാള് വേക്കന്റ് ആയിരിക്കുന്ന ആ ഒരു സ്ഥലത്തെ ചിലപ്പോൾ ജോലികളൊക്കെ ചിലപ്പോൾ എല്ലാം അവതാളത്തിലായി പോകും, ഒരാളില്ലാത്തത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ കൂട്ടി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ആളുകളെ കണ്ടെത്തണം. കണ്ടെത്തിയാൽ മാത്രം പോരാ, അവിടെ കൊണ്ടുവന്ന ആളെ അപ്പോയിന്റ് ചെയ്തിട്ട് ഈ ആൾ ചെയ്തിരുന്ന ആ കാര്യമൊക്കെ ഈ പുള്ളിക്കാരനെ അല്ലെങ്കിൽ പുള്ളിക്കാരിയെ പഠിപ്പിക്കണം. വേണ്ട, അപ്പൊ അതിന് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് പറഞ്ഞ് 1 മാസം മുമ്പെങ്കിലും റിസൈൻ ചെയ്യുന്നു എന്നുള്ള ഒരു ലെറ്റർ നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. You will have to hand over the official belongings, duties and responsibilities to a person designated by the management. മാത്രമല്ല നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റുകളോ മറ്റ് എന്തെങ്കിലും ചില സേഫിന്റെ കീ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റ്സോ മറ്റ് ഫയലുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഇതെല്ലാം വാല്യുബിൾ ആയിട്ട് എല്ലാം തന്നെ ആ വരുന്ന വ്യക്തിക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതാണ്. മാത്രമല്ല നിങ്ങളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മാനേജ്മെന്റ് കാണിച്ചിരുന്ന, ഓർഗനൈസേഷൻ കാണിച്ചിരുന്ന ഒരു വ്യക്തിക്ക് അതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യണം. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊക്കെ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. You have to obtain a no due certificate from each department countersigned by the HR department. ഇനി മാത്രമല്ല നിങ്ങൾ ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് HR ഡിപ്പാർട്ട്മെന്റിന്റെ നിന്ന് വാങ്ങിക്കണം. എന്താ നോ ഡ്യൂസ്? അതായത് ഇപ്പൊ ഞാൻ പിരിഞ്ഞു പോകാണ്, അപ്പൊ ഞാൻ 1 മാസം മുമ്പേ എന്ത് ചെയ്യുന്നു, അത് മാനേജ്മെന്റിനെ അറിയിക്കുന്നത് എനിക്ക് അടുത്ത മാസം മുതൽ, അതായത് ഇപ്പൊ 28th ആണെന്ന്, 28th എന്താ പറയാ മെയ് ആണ്, 28th മെയ്യില് ജൂൺ 28th മുതൽ ഞാൻ ഉണ്ടാവില്ല. 1 മാസം മുമ്പുള്ള നോട്ടീസ് കൊടുക്കണമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന്, അതായത് മെയ് 28th ഞാൻ റിസൈൻ ചെയ്യുന്നു, എനിക്ക് ഇന്ന ദിവസം മുതൽ ഞാൻ ഇനി വരില്ല എന്നുള്ള കാര്യം ലെറ്റർ ആയിട്ട് മാനേജ്മെന്റിനെ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താ പറയാ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് അവരെ ആരെങ്കിലും ഒരാളെ കണ്ടെത്തി തരും. ഏതെങ്കിലും രീതിയിൽ പുതിയ അപ്പോയിന്റ്മെന്റ് നടത്തണമല്ലോ. അപ്പൊ കണ്ടെത്തി തരുമ്പോ ഈ പറയുന്ന നമ്മളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ടോ, ചിലപ്പോൾ ബുക്സ് ആയിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം, ഇതെല്ലാം നമ്മൾ അവിടെ മാനേജ്മെന്റിൽ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ഈ വരുന്ന ആൾക്ക് അവരാരെയാണോ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നത് അവർക്ക് കാര്യങ്ങളൊക്കെ ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്, ഈ ഒരു ഓർഗനൈസേഷനിൽ എന്റെ ഡ്യൂട്ടി ഇതൊക്കെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ടാണോ എനിക്ക് ബന്ധം ഉണ്ടായിരുന്നത്, ആ ബന്ധമില്ലാത്ത അവിടെയൊക്കെ എനിക്ക് ഒരു ബന്ധവുമില്ല, എന്റെ എല്ലാ കാര്യവും ഞാൻ ഇവരെയൊക്കെ ഏൽപ്പിച്ചു, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഞാൻ എന്താ ചെയ്തു, ക്ലിയർ ചെയ്തു എന്നുള്ള ഒരു നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, എനിക്ക് ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റുമായിട്ട് യാതൊരു കടപ്പാടുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെന്റ്, നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അവരുടെ ഇതൊക്കെ വാങ്ങിച്ചിരിക്കണം. എന്നിട്ട് അത് ആരെ കൊണ്ട് ഒപ്പിടിക്കണം, കൗണ്ടർസൈൻഡുമായിട്ട് HR ഡിപ്പാർട്ട്മെന്റ്, അത് HR ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി ഒപ്പിടിക്കണം. കാരണം അയാൾ വെരിഫൈ ചെയ്യും. എന്നിട്ട് വെറുതെ അങ്ങനെ ചെല്ലുമ്പോൾ തന്നെ അയാൾ ഒപ്പിട്ട് തരില്ല. അങ്ങോട്ട് ചെന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു, ഇപ്പൊ ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റില് ഓക്കെ എല്ലാ ടീച്ചറെല്ലാം തന്നോ, ബുക്കൊക്കെ തന്നോ, ഓക്കെ, അപ്പൊ HR ഡിപ്പാർട്ട്മെന്റില് അവര് അവിടെ നോക്കി സൈൻ ചെയ്യുന്നു. ഇനി മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നിട്ട് അന്വേഷിക്കും, ടീച്ചറിന്റേതായ എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നോ, ഓക്കെ ശരിയാണ്, അപ്പൊ അവർ സൈൻ ചെയ്യുന്നു. അപ്പൊ HR ഡിപ്പാർട്ട്മെന്റ് എല്ലാം നോക്കി കൗണ്ടർ സൈൻ ചെയ്ത് എടുക്കണം, കൊടുക്കണം. Once the HR releases the no dues, your accounts will be settled from the Department of Finance. നിങ്ങൾ എല്ലാ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് എല്ലാം ഓക്കെ ആണ് എന്ന് വരുത്തിയാൽ HR ഡിപ്പാർട്ട്മെന്റ് അതെല്ലാം ചെക്ക് ചെയ്ത് അവർക്കത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളെ റിലീസ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങളുടെ അക്കൗണ്ട്സ് എല്ലാം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുകാര് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും.
ഇതൊക്കെയാണ് നിയമങ്ങൾ. ഓക്കെ, the company can discontinue your services by giving 1 month notice or 1 month salary in lieu of notice without assigning any reason whatsoever. ഇനി നിങ്ങളുടെ സേവനങ്ങളിൽ കമ്പനിക്ക് ഏതെങ്കിലും രീതിയിൽ അതൃപ്തി തോന്നിക്കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര അതല്ല, ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള ചീറ്റിങ്ങോ അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഉഴപ്പോ ഒക്കെ കാണിക്കുമ്പോൾ ചിലപ്പോ കമ്പനിക്ക് അത് അധികം നാളൊന്നും പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെ? അപ്പൊ കുറെ വാർണിംഗ് ഒക്കെ കൊടുത്തു ഒന്നിട്ട് രക്ഷയൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് പിരിച്ചുവിടേണ്ടി വരും. കാരണം അങ്ങനെയുള്ള ആളുകളെ വെച്ച് ജോലി ചെയ്യാനൊന്നും ജോലി ചെയ്യിപ്പിക്കാനൊന്നും ഓർഗനൈസേഷന് പറ്റില്ല. കാരണം നമ്മളത് വെറുതെ കൊണ്ടുപോയി എന്താ പറയാ ഈ വെള്ളത്തില് പുഴയില കടലിൽ ചായം കലക്കുന്നത് പോലെ ആയിരിക്കും. കാരണം ഒരു നോ യൂസ്, ഒരു ആവശ്യമില്ല. കാരണം അവരിൽ നിന്ന് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു 1 month നോട്ടീസ് കൊടുത്തിട്ട്, 1 മാസം മുമ്പേ തന്നെ നോട്ടീസും കൊടുക്കുന്നു, മാത്രമല്ല 1 month അല്ലെങ്കിൽ 1 month സാലറി ഇൻ ലിeu ഓഫ് നോട്ടീസ്. അതെന്താ? ആ നോട്ടീസ് അല്ലാതെ നിങ്ങൾക്ക് അവിടെ വരെ എത്ര വരെയാണോ നിങ്ങൾ ഇവിടെ നിർത്തുന്നത്, ഇന്ന ദിവസം മുതൽ നിങ്ങൾ വിടുകയാണെന്ന് പറയുമ്പോൾ അവിടെ വരെയുള്ള ആ സാലറി എത്ര തന്നെയാണെങ്കിലും അതെല്ലാം കൂടി ആ ഒരു പീരീഡ്, ഒരു നോട്ടീസ് കൊടുത്തിരിക്കുന്ന ആ പീരീഡ് വരെ ഒന്ന് നോക്കും. എന്നിട്ടും യാതൊരു രീതിയിലും മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു റീസണും ഇല്ലാതെ നിങ്ങളെ എപ്പോ വേണമെങ്കിലും എന്ത് ചെയ്യാം, കമ്പനിക്ക് തിരിച്ചുവിടാവുന്നതാണ്. അപ്പൊ കുഴപ്പമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് കമ്പനിയുടെ എന്താ പറയാ ഒരു റൈറ്റ് ആണ്, അവകാശമാണ്. അങ്ങനെയുള്ള ഒരു എന്താ പറയാ മുൻകൂട്ടി മറ്റു കാര്യങ്ങളോ ഇന്ന കാരണം ഒന്നും വ്യക്തമാക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാലറി നോട്ടീസ്, അതെന്ന് വെച്ചാൽ ഇത്ര സാലറി നിങ്ങളുടെ പെൻഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയുണ്ട്, ആ പോകുന്നത് വരെയുള്ള സാലറിയാണിത്, ഇതിന്റെ കണക്കൊക്കെ നിങ്ങളുടെ ശരിയായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു സമയത്തിനുള്ളിൽ പിരിഞ്ഞുപോകേണ്ടി വരും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും വ്യക്തമായിട്ട് കമ്പനി അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. All official information passed on to you for the successful execution of the duties have to be kept strictly confidential and shall not disclose the same orally or written to any individual or concern, which will be treated as a breach of employment, and your services will be terminated with immediate effect without any compensation or notice period whatsoever. ഇനി നമ്മുടെ കമ്പനിയുടെ ശരിയായ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്ന ഓരോ ഡ്യൂട്ടീസും അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ കമ്പനിയുടെ സക്സസിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ആ കമ്പനിയുടെ സക്സസിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചില ഇൻഫോർമേഷൻസ് നിങ്ങൾക്കൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന ഇൻഫോർമേഷൻസ് ഷുഡ് ബി കെപ്റ്റ് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. എങ്ങനെ സൂക്ഷിക്കണം? അത് വളരെ എന്താണ് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ വിശ്വസ്തതാപൂർവ്വം നമ്മൾ വളരെ എന്താ പറയാ മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാതെ, അത് കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളോട് ഇൻഫോം ചെയ്തിരിക്കുന്നതാ. അത് മറ്റു വ്യക്തികൾ, പുറത്തുള്ള ആളുകളോടോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങളോടോ ഒക്കെ നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടുള്ളതല്ല. അത് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പോലെയാകും. അങ്ങനെയല്ലേ? നമ്മളിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആ ജോലിയും നമ്മളുടെ ആ സ്ഥാപനത്തെയും കുറിച്ച് നമ്മൾ എന്താ പറയേണ്ടത്? നല്ലതാ പറയട്ടെ. കാരണം നമ്മൾ അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു, അവര് തരുന്ന നമ്മൾ ജോലി ചെയ്തിട്ടാണ് എങ്കിൽ പോലും അവർ തരുന്നത് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ പല കാര്യങ്ങൾക്കും പല ഡെവലപ്മെന്റുകൾക്കും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അവരുടെ ഇൻകം, അത് സാലറിയുടെ ഫോമിലോ മറ്റേതെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മളുടെ ഫാമിലി ഗ്രോത്തിന്, നമ്മളുടെ സ്റ്റേറ്റസിനൊക്കെ വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. സോ ദാറ്റ് അപ്പൊ എന്ത് വരണം, നമ്മൾ ആ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഫോർ ദ സക്സസ് ഓഫ് ദ ബിസിനസിന്റെ ഓർഗനൈസേഷന്റെ വളർച്ചയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടി ചെയ്യുന്നതാ. അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കാൻ നമുക്ക് അത് എന്താ പറയാ നമ്മൾ വേണം. അത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നമ്മൾ അങ്ങനെ ചെയ്യണം. അത് എഴുതിയോ അല്ലെങ്കിൽ വാഗോണ്ടോ ആരോടെങ്കിലും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടുള്ളതല്ല. അങ്ങനെ ഞാനും ചെയ്താൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ്. അത് നമ്മുടെ തൊഴിൽ ലംഘനമായിട്ട് കണക്കാക്കപ്പെടുകയും അങ്ങനെ ഏതെങ്കിലും അങ്ങനെ ആരെങ്കിലും പറയുന്നത് ശ്രദ്ധയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് നമ്മളുടെ എന്താ പറയാ ജോലിയിൽ നിന്ന് നമ്മളെ പിരിച്ചു വിടുന്നതുമായിരിക്കും. എന്താ പറയാ പിരിച്ചുവിടുമ്പോ മുന്നറിയിപ്പൊന്നും തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് തരാനുള്ള കോമ്പൻസേഷൻസ് തരണമെന്നൊന്നുമില്ല. പെട്ടെന്നായിരിക്കും അത്തരം പിരിച്ചുവിടലുകൾ ഉണ്ടായിരിക്കാം. ക്ലിയർ ആയോ? 14th പോയിന്റ് സെന്റൻസ് ഇച്ചിരി വലുതാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല, എളുപ്പമുള്ള പോയിന്റ് ആണ് കൊടുത്തത്. മനസ്സിലായോ? യെസ്.
പിന്നെന്താ, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഡ്രസ് കോഡ്, ബിഹേവിയറൽ കോഡ് ആൻഡ് മോറൽ എത്തിക്സ് അല്ലെ. ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളുടേതായ മാന്യമായ വസ്ത്രധാരണം, അതുപോലെ നമ്മുടെ പെരുമാറ്റച്ചട്ടങ്ങൾ, പെരുമാറ്റം, അതുപോലെ തന്നെ അവിടുത്തെ ധാർമ്മികമായിട്ടുള്ള എത്തിക്സ്, നിയമങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയാ അതിൽ ഒക്കെ നമ്മൾ ചേരണം. എല്ലാവരോടൊപ്പം തന്നെ മെയിൻറ്റെയിൻ ആൻഡ് എ കോൺജീനിയൽ അറ്റ്മോസ്ഫിയർ ബി ക്രിയേറ്റഡ് അമംഗ് ദി സ്റ്റാഫ് ആൻഡ് പബ്ലിക്. മറ്റുള്ളവരോട്, പബ്ലിക്കിനോടും, നമ്മളുമായിട്ട് പുറത്തുനിന്നൊക്കെ ആളുകളൊക്കെ ഓഫീസിലും നമ്മുടെ ഓർഗനൈസേഷനിലും കയറി വരും, അവിടെ വരുന്ന ആളുകളോടും അവിടെയുള്ള കോവർക്കേഴ്സിനോടും സ്റ്റാഫിനോടൊക്കെ അത്തരം ഒരു നല്ല ഒരു അന്തരീക്ഷം അല്ലെ, ഒരു നല്ല സൗഹൃദപരമായിട്ടുള്ള അന്തരീക്ഷം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. The employee should not demand or accept any gifts or kind of gifts, cash or kind from any client or customer which will be treated seriously and immediate termination and other proceedings will follow. എന്ത് പറ്റണം, ഇനി എംപ്ലോയീസ് ഒരു കാരണവശാലും മറ്റുള്ളവരിൽ നിന്ന് ഒരു രൂപ പോലും ഡിമാൻഡ് ചെയ്യാനോ, നമുക്ക് ജോലി ചെയ്യുന്നതിന് ഓർഗനൈസേഷൻ ആ ശമ്പളം തരുന്നത്, പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരുമ്പോൾ അവരിൽ നിന്ന് പൈസ ഡിമാൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും വസ്തുവായിട്ടോ ക്യാഷ് ആയിട്ടോ അവരിൽ നിന്ന് ഗിഫ്റ്റുകൾ സ്വീകരിക്കാനോ ഒരു ഏത് ക്ലയന്റ് ആയാലും ഏത് കസ്റ്റമർ ആയാലും ആരായിക്കോട്ടെ അവരിൽ നിന്നൊന്നും ക്യാഷ് ആയിട്ടോ കൈൻഡായിട്ടോ ഒരു ഗിഫ്റ്റുകളും സ്വീകരിക്കാനോ പാടുള്ളതല്ല. അതെല്ലാം എന്താണ്, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഓർഗനൈസേഷൻ എടുക്കുള്ളൂ. അതും എന്താണ് പെട്ടെന്നുള്ള ചിലപ്പോൾ നിങ്ങളെ പിരിച്ചുവിടുന്നതിന് ചിലപ്പോൾ കാരണമായേക്കാം. അത് മാത്രമല്ല അതിൻ്റെതായ ഭവിഷ്യത്തുകൾ, പ്രൊസീഡിങ്സ് അതനുസരിച്ച് പിന്നാലെ വരുന്നതുമായിരിക്കും. ഓക്കെ, 15ാമത്തെ മനസ്സിലായോ? മനസ്സിലായില്ലേ? യെസ്. അടുത്തത് 16ാമത്തെ എന്താണ്, ഇൻസബോർഡിനേഷൻ വിത്ത് superiors or reporting authority and ranking of new entrants will not be allowed under any circumstances and shall be treated as per rules and regulations. ഇനി നമ്മളുടെ സബോർഡിനേറ്റ്സിനോടോ അതുപോലെ നമ്മുടെ superiors-നോടോ മറ്റ് ഏതെങ്കിലും റിപ്പോർട്ടിംഗ് അതോറിറ്റിയോടോ എന്തെങ്കിലും രീതിയിൽ മോശമായിട്ടൊക്കെ പെരുമാറുകയോ, അതുപോലെ തന്നെ പുതിയ പുതിയ ആളുകളൊക്കെ വരുമ്പോൾ അവരെ റാങ്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഇവിടെ അനുവദനീയമല്ല, ഈ ഓർഗനൈസേഷനിൽ അനുവദിക്കപ്പെടുന്നതല്ല. അതും റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരായിട്ട് കണക്കാക്കപ്പെടുന്നതായിരിക്കും. ഓക്കെ, will be treated as per rules and regulations. Okay, അതായിരുന്നു ഇവിടെ അനുവദിക്കൂല. സുപ്പീരിയേഴ്സിനോടായിക്കോട്ടെ, സബോർഡിനേറ്റ്സിനോടായിക്കോട്ടെ, ഏതെങ്കിലും റിപ്പോർട്ടിംഗ് അതോറിറ്റിയോടായിക്കോട്ടെ, ആരോടും എന്തെങ്കിലും ഒക്കെ മോശമായി പെരുമാറുന്നതൊന്നും പാടില്ല. മാത്രമല്ല പുതിയ പുതിയ ആളുകള്, പുതിയ ജോലിക്കാരൊക്കെ വരും അല്ലെ, ഫ്രഷേഴ്സ് ആയിട്ട് ചിലപ്പോ അധികം പ്രായമില്ലാത്ത കുട്ടികളൊക്കെ ആയിരിക്കും ചിലപ്പോ വരും. അത് പ്രായമില്ലാത്തതെന്ന് വെച്ചാൽ ഫ്രഷേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്ര യൂത്തുകളൊക്കെ പുതിയ ആളുകളൊക്കെ വരുമ്പോൾ ഇവരെയൊന്നും നമ്മൾ റാങ്ക് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ this employment based job security for talented and committed employees. ഈ ജോലി, ഈ ഓർഗനൈസേഷൻ നമ്മൾ കൊടുക്കുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പറയുമ്പോൾ നല്ല ടാലന്റഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരു ജോബ് സെക്യൂരിറ്റി കൊടുക്കുക. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ സുരക്ഷിതത്വം തരിക എന്നുള്ളത് കൂടി നമ്മളുടെ ലക്ഷ്യമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ തോന്നിയ പോലെ അല്ലെങ്കിൽ അവര് എന്താ പറയാ മാനേജ്മെന്റിനെ വകവയ്ക്കുന്നില്ല, അവരുടെ കാര്യങ്ങളൊക്കെ പുറത്തു പോയി വെറുതെ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു നടത്തുന്നു അല്ലെ, അങ്ങനെയുള്ളവരെ ഒന്നും നമുക്ക് വേണ്ട. അപ്പൊ ടാലന്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ കമ്മിറ്റഡ് ആയിട്ട് തരുന്ന ജോലി നല്ല കമ്മിറ്റഡ് ആയിട്ട് ഉത്തരവാദിത്ത ബോധത്തോടെ അല്ലെ ചെയ്തു തീർക്കുന്ന ആളുകളെ, അങ്ങനെയുള്ളവരെയാണ് ഓർഗനൈസേഷന് വേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ജോബ് സെക്യൂരിറ്റി വാഗ്ദാനം ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവരെപ്പോഴും ഇവിടെ സേഫ് ആയിരിക്കും. മറ്റുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇവരെപ്പോഴും ഇങ്ങനെ മാനേജ്മെന്റിന്റെ എന്താ പറയാ കണ്ണിൽ ഇങ്ങനെ സൂപ്പർവിഷനിൽ ഇങ്ങനെ നടക്കേണ്ടി വരും. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഒരു നോട്ടീസ് കൊടുക്കാണ്ട് തന്നെ ചിലപ്പോൾ പിരിച്ചുവിടലുകൾ നടന്നേക്കാം. അതുകൊണ്ടാണ് പറയാം, ബാക്കിയുള്ളവർക്ക് ടാലന്റഡ് ആയിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് സെക്യൂരിറ്റി ഉണ്ട്, സുരക്ഷിതത്വം ഉണ്ട്. ഓൾ ഡിസ്പ്യൂട്ട് സബ്ജക്ട് ടു തിരുവനന്തപുരം ജുറിസ്ഡിക്ഷൻ. ഇതൊരു തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ലെറ്റർ ഒക്കെ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം പരിധിയിലാണ് അത് വരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പരിധിയിലുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. A copy of this offer may be signed and returned to us in token of your acceptance. ഈ കോപ്പി ഇതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഒരു കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് സൈൻ ചെയ്ത് അയക്കണം. നിങ്ങളുടെ ആക്സെപ്റ്റൻസിന്റെ ഒരു ടോക്കൺ ആയിട്ടായിരിക്കും അവർ സൈൻ ചെയ്തതിനെ നമ്മൾ മനസ്സിലാക്കുക. എന്നുവെച്ചാൽ സൈൻ ചെയ്താൽ അതിന്റെ അർത്ഥം നമ്മൾ ഈ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഞാനിത് ഫോളോ ചെയ്യും എന്നുള്ള ആ ഒരു സമ്മതമാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ഒരു കോപ്പി സൈൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഫോർ എയിംസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് ഇത് തയ്യാറാക്കുന്നത്. ടേംസ് അക്സെപ്റ്റഡ് എംപ്ലോയിയുടെ പേരും സിഗ്നേച്ചറും ആ ടേംസ് അക്സെപ്റ്റഡിന്റെ താഴെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പേര് എഴുതി ഒപ്പിട്ട് സെൻഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ?
മനസ്സിലായിട്ടേ? ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത്രേ ഉള്ളൂ. അത് നമുക്ക് ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസും എല്ലാ എംപ്ലോയ്മെന്റിലും ഈ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും മിക്കവാറും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടൊന്നുമില്ല, അതൊക്കെ നമുക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുകൊണ്ട് അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ നമ്മൾക്ക് ജോബ് ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ നമ്മൾ ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബാക്ക് സൈഡിൽ കുഞ്ഞു കുഞ്ഞു ഗുണപരമായ അക്ഷരത്തിലൊക്കെ ആയിട്ട് എഴുതി വെച്ചിരിക്കാം. അപ്പൊ അതുകൊണ്ട് അതൊക്കെ നല്ല കൃത്യമായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ സൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാകും. അത് നമുക്ക് പറ്റിയില്ല എങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമുക്കൊരു സജഷൻ ഒക്കെ ചില കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, എല്ലാത്തിനും ഇല്ല. വേണമെങ്കിൽ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാം. അപ്പൊ അത് കമ്പനിയുടെ, അത് ഇവിടെ താഴെ പറയുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, അത് കമ്പനിയുടെ ഇഷ്ടമാണ് വെദർ ടു അക്സെപ്റ്റ് ദ സജഷൻ ഓർ ടു റിജക്ട് ഇറ്റ്. അത് സ്വീകരിക്കണം വേണ്ടെന്നുള്ളത് ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് അപ്പോൺ ദ ഓർഗനൈസേഷൻ. അടുത്തത് നമ്മളിപ്പോ എന്താ പറഞ്ഞു, കുറച്ച് മുമ്പില് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരം നിങ്ങൾ എല്ലാ ഡ്യൂട്ടീസും ചെയ്യണം എന്ന് ഇവിടെ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ. 8ാമത്തെ പോയിന്റില് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രകാരമാണ് നീ നിങ്ങളുടെ ജോലികൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മളുടെ അപ്പോയിന്റ്മെന്റ് ഓർഡറിന്റെ ഒപ്പം തന്നെ ഇല്ലേ നമ്മള്, അപ്പൊ ഈ പറഞ്ഞ സായന്ത്രമൊക്കെ സൈൻ ചെയ്ത് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ വരും. അപ്പോയിന്റ്മെന്റ് ഓർഡർ വരുമ്പോ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വരുന്ന സാധനമാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം എന്താ, നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി, ശരി, എന്താണ് അവിടെ ചെന്ന് ചെയ്യേണ്ടത്, ആ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ JD എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറയാ, ചിലപ്പോഴൊക്കെ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ അക്കോർഡിംഗ് ടു ടൈം, കുറച്ച് സമയം ഇടയ്ക്കൊക്കെ ചിലപ്പോ കാലമൊക്കെ കഴിയുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. അതിനകത്ത് ചെറുതായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കുഴപ്പമില്ല, പക്ഷെ എങ്കിലും കൃത്യമായിട്ട് അവര് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബേസ് ഡോക്യുമെന്റ് in which the duties and responsibilities are entrusted to an employee. ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങള്, കടമകള് എന്തൊക്കെയാണോ അതെല്ലാം വിശദീകരിക്കുന്ന ഒരു ബേസ് ഡോക്യുമെന്റ് ആണ് നമ്മുടെ JD അല്ലെങ്കിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ. ആ തന്നിരിക്കുന്നതിലെ 3ാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. The job description is a base document regarding the duties and responsibilities entrusted to an employee. ഒരു ജോലിക്ക് ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇതൊക്കെ കഴിഞ്ഞു, ഞാനത് വായിച്ചു നോക്കി ഒപ്പൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ മാനേജ്മെന്റ് നമുക്ക് തിരിച്ച് എന്ത് ചെയ്യുന്നു, എന്താ പറയാ, നമ്മുടെ ജോയിൻ ചെയ്യാനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ തരാണ്. ഇന്ന ദിവസം വന്ന് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ നമുക്ക് വരാമെന്ന് വിചാരിക്കാം. അതിന്റെ ഒപ്പം ഈ JD വെച്ചിട്ടുണ്ടാവും, ടീച്ചർ നിങ്ങൾ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ച് എല്ലാ ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്യേണ്ട കാര്യമൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ഡോക്യുമെന്റ്, അതാണ് JD എന്ന് പറയുന്നത്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് which the staff have to do, are obliged to do എന്ന് വെച്ചാൽ അത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യണ്ടോ അതൊക്കെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ JD-നകത്ത് ഉണ്ടായിരിക്കും. എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനകത്ത് ഉണ്ടായിരിക്കും. ഇനി വീണ്ടും ജോബ് ഡിസ്ക്രിപ്ഷന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഇവിടെ വീണ്ടും അവിടെ കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കുന്നത് ജനറൽ മാനേജർ, ഹ്യൂമൻ റിസോഴ്സസിലെ ജനറൽ മാനേജർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, HR സീനിയർ HR മാനേജർ, ഡെപ്യൂട്ടി HR മാനേജർ, അസിസ്റ്റന്റ് HR മാനേജർ, ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ തയ്യാറാക്കാൻ ജോബ് ഡിസ്ക്രിപ്ഷൻ. കാരണം അവർക്ക് അറിയുള്ളൂ എന്ത് ജോലിയാണ് ആ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ആൾക്ക് കൊടുക്കുന്നതെന്ന്. അപ്പൊ അവര് അതിനെ കുറിച്ച് വിശദമായിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനി എന്ത് ചെയ്യാം നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോ ആ ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യാനായിട്ട്. അത് മാത്രം മതി, അത് മാത്രം ആവശ്യമുള്ളൂ നമുക്ക്. ഇനി നമുക്ക് വീണ്ടും വായിക്കാം എന്താണ് ജനറൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറഞ്ഞിരിക്കുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കേട്ടോ. അതും കുറെയൊക്കെ പഴയത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് തന്നെയാണ്. HR മാനേജർ ഓർ അഡ്മിനിസ്ട്രേറ്റർ, ദാറ്റ് മീൻസ് നിങ്ങൾ അല്ലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. They have the liberty to add and also to amend each and every rules and regulations. അതായത് നമ്മളുടെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇങ്ങനെ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. HR മാനേജർക്കോ നമ്മളുടെ നിങ്ങൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്കോ ഈ പറയുന്ന റൂൾസ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ മാറ്റങ്ങൾ വരുത്താം. അത് മാനേജ്മെന്റുമായിട്ടൊക്കെ അപ്രൂവൽ നടത്തി ആ മാനേജ്മെന്റുമായിട്ടൊക്കെ കൂടി ആലോചിച്ചത് ഇന്നതൊക്കെ ഇത് മാറ്റണ്ടേ, ഇത് ഇങ്ങനെയല്ലല്ലോ, ഇപ്പൊ നമുക്ക് ഇനി അതിന് കുറച്ച് അമെന്റ്മെന്റ് നടത്താം എന്നൊക്കെ അവരുമായിട്ട് ആലോചിച്ച് അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം ആർക്കുണ്ട്? HR മാനേജർക്ക്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക്. ആരാണോ ഇത് ഡീൽ ചെയ്യുന്നത് അവർക്ക് അതിനുള്ള അധികാരമുണ്ട്.
ഓക്കെ, ഇനി എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്? ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്, ദ അപ്പോയിന്റ്മെന്റ് ദാറ്റ് വിൽ ബി effective from the date of joining organization. നമ്മുടെ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്യുന്ന അന്നാണ് നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ഇഫക്റ്റീവ് ആകുന്നത്. ഒന്നാമത്തേല് പറഞ്ഞതല്ലേ, നേരത്തെ പറഞ്ഞ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ തന്നെ ഉള്ളതല്ലേ, റിപ്പീറ്റിംഗ് ആണ്. Okay, yes. And the aspirant has to submit a joining order accepting the terms and conditions of employment on the date of joining. Join ചെയ്യുന്ന ഡേറ്റിൽ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സൈൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ജോബ് ആസ്പിരന്റ് എന്ന് പറഞ്ഞ ആസ്പിരന്റ് എന്ന് പറഞ്ഞാൽ ജോലി അന്വേഷിക്കുന്നവര് കേട്ടോ. അടുത്തത് ഡ്യൂട്ടീസ് വിൽ ബി ആസ് പെർ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ മെൻഷൻഡ്. അതും പറഞ്ഞതാ, നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ഡ്യൂട്ടീസ് ആയിട്ട് വരിക. തേർഡ് വൺ, പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ് 13 പബ്ലിക് ഹോളിഡേസ് ആൻഡ് 12 കാഷ്വൽ ലീവ്സ് per year and 4 weekly off per month. ഇതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞില്ല. ഇത് ജോലിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഇത് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒരു വർഷത്തിലാണ് കേട്ടോ, വർഷത്തില് എന്താണ് പെയ്ഡ് ഹോളിഡേസ് ഇൻക്ലൂഡ്, അതായത് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്ന ഹോളിഡേസ് എന്ന് പറയുന്നത് പബ്ലിക് ഹോളിഡേസ് ആണ് ഉദ്ദേശിക്കുന്നത്. 13 പബ്ലിക് ഹോളിഡേസ് ഒരു വർഷത്തില് വരുന്നുണ്ട്. ആ 13 പബ്ലിക് ഹോളിഡേസിന്റെ അവധിയിലൊന്ന് കലണ്ടറിലൊന്ന് നോക്കിക്കൊണ്ടാൽ ശരിയാണോ എന്ന്. 13 പബ്ലിക് ഹോളിഡേസ് വരുന്നത്, 13 പബ്ലിക് ഹോളിഡേസ് നിങ്ങൾക്ക് പേയ്മെന്റ് തരുന്നതാണ്. പിന്നെ വരുന്നത് 12 കാഷ്വൽ ലീവ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു വർഷത്തില് എന്താ പറയാ 12 ലീവ്, അത് കാഷ്വൽ ആണ്. കാഷ്വൽ ആയിട്ടുള്ള ലീവുകൾക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും. ആൻഡ് 4 ഓഫ് വീക്കിലി ഓഫ് പെർ മന്ത്. എന്താണ് 4 വീക്കിലി ഓഫ് പെർ മന്ത്, ഒരു മാസത്തില് എന്താ പറയാ 4 വീക്കില്, അതായത് പെർ മന്ത് ആണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഓഫ് നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. സിക്ക് ലീവ് സബ്ജക്ട് ടു പ്രൊഡക്ഷൻ ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾക്ക് സിക്ക് ലീവിന് വേണമെങ്കിൽ, സിക്ക് ലീവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. മാത്രമല്ല എനി അതർ അഡീഷണൽ ഡ്യൂട്ടീസ് ആസ് ഡീംഡ് നെസസറി വിൽ ബി അസൈൻഡ് ഫ്രം ടൈം ടു ടൈം ബൈ ദ മാനേജ്മെന്റ്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലികൾ ഉണ്ടെങ്കിൽ, ചെയ്യാനുണ്ടെങ്കിൽ അത് മാനേജ്മെന്റ് നിങ്ങളെ സമയാസമയങ്ങളിൽ അറിയിക്കും, അത് നിങ്ങൾ ചെയ്യേണ്ടതായിരിക്കും. ഓക്കെ, ഇതൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതായത് എംപ്ലോയ്മെന്റ് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞേക്കണം കേട്ടോ. വീണ്ടും അടുത്തതൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നതാണ്. During the tenure of your employment, you shall devote your full-time attention to the organization. നിങ്ങൾ ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം നിങ്ങളുടെ ഫുൾ ടൈം അറ്റൻഷൻ, നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ഈ ഓർഗനൈസേഷനിൽ തന്നെയായിരിക്കണം. or engage directly or indirectly in any other profession or occupation outside the organization. മറ്റേതെങ്കിലും പുറത്തുള്ള ഓർഗനൈസേഷനുമായിട്ട് നേരിട്ടോ അല്ലാതെയോ ജോലി ചെയ്യാനോ ഒന്നും പാടുള്ളതല്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി if deemed necessary you will be liable to be transferred to any other department, branch or sister concerns of the organization anywhere in India. അതൊക്കെ പറഞ്ഞല്ലേ നേരത്തെ. നമ്മുടെ ഇന്ത്യയിൽ തന്നെ വേറെ ഏതെങ്കിലും എന്താ പറയാ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹോദര സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉള്ളില് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കോ നിങ്ങളെ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. You will be abide to the existing rules and regulations of the organization and future amendments. ഇവിടെയുള്ള എല്ലാ നിയമങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നാൽ അതും സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. You will have to serve a notice period of 30 days if you wish to discontinue your service without any leave during the notice period. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകാനായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, ഇവിടുന്ന് തുടർന്ന് ജോലി ചെയ്യാനായിട്ട് ആഗ്രഹമില്ലെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്താ പറയാ ഓക്കെ, നിങ്ങളൊരു 30 ദിവസത്തെ മുമ്പുള്ള നോട്ടീസ് തരണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ല 1 മന്ത് എന്ന് പറഞ്ഞു, ഇവിടെ 30 ദിവസം എന്ന് പറഞ്ഞു. ആ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യുന്ന ആ ഒരു മാസം മുമ്പേ തന്നെ നിങ്ങൾ നോട്ടീസ് തരണം. അതിനിടയ്ക്ക് നിങ്ങൾ ലീവ് ഒന്നും എടുക്കാനൊന്നും പാടുള്ളതല്ല. നോട്ടീസ് പീരീഡില് റെസിഗ്നേഷൻ റൂട്ടഡ് ത്രൂ പ്രോപ്പർ ചാനൽ ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ. നിങ്ങൾ റിസൈൻ ചെയ്യാനുള്ള നോട്ടീസ് നമുക്ക് തരുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കണം, നോ ഡ്യൂ സർട്ടിഫിക്കറ്റ്, ഹാൻഡ് ഓവർ നോട്ട്, എന്താണ് ഒരു ബാധ്യതയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യണം. ഹാൻഡ് ഓവർ നോട്ട്, എല്ലാ സാധനവും ഞാൻ എന്റെ കയ്യിലിരുന്ന സാധനങ്ങളൊക്കെ ഇന്നാളെ ഏൽപ്പിച്ചിരുന്നുള്ള ആ ഒരു നോട്ട്, ഇത് രണ്ടും ഇവിടെ സബ്മിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അഞ്ചാമത്തെ ഒന്നുകൂടി പറയാം. അഞ്ചാമത്തേത് നമ്മളുടെ ആ ഒരു എംപ്ലോയ്മെന്റിന്റെ ടെന്യൂർ കാലയളവില് നമ്മള് എന്താ പറയാ ഫുൾ ടൈം ആ ഓർഗനൈസേഷനിൽ തന്നെ
ജോലി ചെയ്യണം എന്നാണ്. അതായത് മറ്റേതെങ്കിലും സ്ഥലത്ത് ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ മറ്റേതെങ്കിലും ഓർഗനൈസേഷനിൽ ജോലിക്ക് പോകാൻ പാടുള്ളതല്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, ഇനി ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ട്രാൻസ്ഫർ ഒക്കെ ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ കാർഡിയോളജിയിൽ നിന്ന് കൊണ്ടുപോയി ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റാഫിനെ ഇട്ടു. അപ്പൊ അത് അങ്ങനെ പോകേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ പോകണം. അതാണ് ഇവിടെ പറഞ്ഞേക്കണേ. അല്ലാതെ ഞാൻ ഇന്നതാ പഠിച്ചേക്കണേ, ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം വർക്ക് ചെയ്യാനാണ്, ജോലി ചെയ്യാനാണ് അപ്ലൈ ചെയ്തതും വന്നതും. പക്ഷെ അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൾറെഡി നിങ്ങൾക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തിലോ നിങ്ങൾക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിങ്ങളെ മാറ്റിയാൽ അവിടെയും വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് നമ്മൾ സൈൻ ചെയ്യുന്നതിലൂടെ അവർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യാം, അവർക്ക് മാറ്റാം. അപ്പൊ കമ്പനി പറയാണ്, ഓർഗനൈസേഷൻ പറയാണ്, ഇന്ന ഡിപ്പാർട്ട്മെന്റിലല്ല, അടുത്ത ആഴ്ച മുതൽ നീ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഒരു 1-2 മാസം നീ ജോലി ചെയ്തോളണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ മാറ്റിയാൽ കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ നമ്മൾ സൈൻ ചെയ്തപ്പോ പോയേക്കണേ. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം എന്ന് പറഞ്ഞേക്കണേ. അത് ഇന്ത്യക്കകത്തോ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഏതെങ്കിലും ബ്രാഞ്ചിലേക്കോ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കോ സഹോദര സ്ഥാപനത്തിലേക്കോ അവര് പറഞ്ഞാൽ അത് പോകേണ്ടി വരും. ഓക്കെ, അടുത്തത് ദ പ്രൊബേഷൻ 8-ാമത്തെയാണ് കേട്ടോ, സോറി 9-ാമത്തെ. ദ പ്രൊബേഷൻ വിൽ ബി ഫോർ 3 months. ഇനി പറഞ്ഞിരിക്കുന്നത് പ്രൊബേഷൻ വിൽ ബി ഫോർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. നോക്കുക, നമ്മുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്, തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ്. ആ ജോലിയിൽ നിങ്ങൾക്ക് 3 മാസമായിരിക്കും പ്രൊബേഷൻ പീരീഡ്. ഓൺ ദ കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് യുവർ സർവീസസ് വിൽ ബി മെയ്ഡ് പെർമനന്റ് സബ്ജക്ട് ടു HR. ഫസ്റ്റ് അപ്രൈസൽ പ്രകാരം, ഹ്യൂമൻ റിസോഴ്സസിന്റെ അപ്രൈസൽ പ്രകാരം അവർ നോക്കും, പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് അതിനുശേഷം ആ പ്രൊബേഷൻ പീരീഡിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ ജോലിയൊക്കെ തൃപ്തികരമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ പെർമനന്റ് ആക്കുന്നതായിരിക്കും. The company can discontinue your services by giving 1 month notice or 1 month salary in lieu of notice if your services are found not satisfactory or substandard. നിങ്ങളുടെ സേവനം എന്താ പറയാ സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്നില്ല അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ആയിട്ട് കണക്കാക്കപ്പെടുന്നു, തീർച്ചയായിട്ടും നിലവാരമില്ലാത്ത ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പനി യാതൊരു തരത്തിലുള്ള നോട്ടീസ്, ഒരു നേരത്തെ തന്നെ 1 month നോട്ടീസ് തരും, യാതൊരു തരത്തിലുള്ള മറ്റു മുൻവറിയിപ്പുകളൊന്നും ഇല്ലാതെ അതുവരെയുള്ള സാലറി ഒക്കെ തന്ന് ആ നോട്ടീസ് പീരീഡിൽ നിങ്ങൾക്ക് ഉള്ള സാലറി ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, പിരിച്ചുവിടുന്നതായിരിക്കും. All official information passed on YouTube. നമ്മൾ നേരത്തെ പറഞ്ഞതാ, നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യൽ ആയിട്ട്, അത്രയും എന്താ പറയാ അതിന്റെ എന്താ പറയാ മലയാളം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, സ്ട്രിക്റ്റ് കോൺഫിഡൻഷ്യൽ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു മലയാളം വേർഡ് ഉണ്ട്. ഇത് മറ്റുള്ളവരോട് ഒന്നും പറയാതെ ആരെയും അറിയിക്കാതെ നമ്മളോട് വിശ്വസിച്ച് പറഞ്ഞേക്കുന്നതാ. അത് നമ്മളിങ്ങനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമല്ല. എന്തോ ഒരു വേർഡ് ഉണ്ട് കേട്ടോ മലയാളത്തിലേക്ക്, എനിക്ക് ഓർമ്മയില്ല, കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലേക്ക് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അതന്നെ സ്വകാര്യത, അതിന്റെ സ്വകാര്യത കീപ്പ് ചെയ്യാനായിട്ട് നമ്മള് ബാധ്യസ്ഥരാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്, നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടിയാണ് നമ്മളതൊക്കെ പറയുന്നത് സ്റ്റാഫിനോടും എംപ്ലോയീസിനോടൊപ്പം. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുക, നമ്മളത് സ്വകാര്യമായിട്ട് സൂക്ഷിക്കുക, അതിന് ഒപ്പം അവരോടൊപ്പം നിന്ന് ചേർന്ന് പ്രവർത്തിച്ച് ആ സക്സസിലേക്ക് എത്താൻ നോക്കുക. അതല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മള് പുറത്തോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അതിൽ ഒരു കാര്യമില്ല അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണം. അങ്ങനെയാണെങ്കിൽ അത് ബ്രീച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആയിട്ട്, അങ്ങനെ ആരെങ്കിലും ആ സ്വകാര്യത കീപ്പ് ചെയ്യാതെ അത് പബ്ലിഷ് ചെയ്ത് പുറത്തൊക്കെ മറ്റ് രീതിയിലുള്ള ഒരു ഇമേജ് നമ്മുടെ ഓർഗനൈസേഷനെ കുറിച്ച് ഉണ്ടാക്കിയെടുത്താൽ അതൊരു തൊഴിൽ ലംഘനമായിട്ട് കണക്കാക്കപ്പെടുന്നു. എപ്പോഴും എവിടെയെങ്കിലും നമ്മളെ ഒരു കോമ്പൻസേഷൻ ഒന്നും തരാതെ, നോട്ടീസ് പീരീഡ് ഒന്നും ഇല്ലാതെ തന്നെ, അങ്ങനെയുള്ളവർക്ക് നോട്ടീസ് ഒന്നുമില്ല. മറ്റേത് പിന്നെ ജോലി കൃത്യമായിട്ട് ചെയ്യില്ല അല്ലെങ്കിൽ നല്ല നിലവാരത്തിലേക്ക് എത്താത്തത് കൊണ്ട് അപ്പൊ ഒരു നോട്ടീസ് കൊടുക്കും, നിന്റെ ജോലിയിൽ തൃപ്തികരമല്ലാന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് കൊടുക്കാം. മറ്റേതെന്താ, നമ്മുടെ ഓർഗനൈസേഷന്റെ ഇമേജിനെ, അതിന്റെ ഗുഡ് വില്ലിനെ, അതിന്റെ സൽപ്പേരിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് മറ്റേത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരമോ നോട്ടീസോ ഒന്നും ഇല്ലാതെ തന്നെ തിരിച്ചുവിടാൻ അധികാരം നമ്മുടെ കമ്പനിക്കുണ്ട്. All disputes that may arise during the tenure will be subject to jurisdiction where the hospital is situated. അതായത് നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ആണല്ലോ പറഞ്ഞേക്കുന്നത് മുഴുവനും. അപ്പൊ ഹോസ്പിറ്റലിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ പരിധിയിലായിരിക്കും നമ്മുടെ എല്ലാ തർക്കങ്ങളും പരിഗണിക്കപ്പെടുന്നത്. അതിന്റെ കീഴിലുള്ള ആ ഒരു കോടതിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കുന്നത്. മറ്റേത് നേരത്തെ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് അത് തിരുവനന്തപുരം പരിധിയിൽപ്പെട്ടതാന്ന് പറഞ്ഞ കാരണം എന്താ, തിരുവനന്തപുരത്തായിരിക്കും ആ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ്
ആ ലെറ്റർ അതിന്റെ സ്ഥലം പറഞ്ഞത് തിരുവനന്തപുരമാണ്. അതുകൊണ്ട് അത് ആ പരിധിയിലുള്ളത്. ഇതിവിടെ തൃശ്ശൂർ പരിധിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തൃശ്ശൂർ പരിധിയിലായിരിക്കും അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ എംപ്ലോയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ പറഞ്ഞു. രണ്ടാണ് എങ്കിലും മിക്കതും ഒരുപോലെ തന്നെയാണ്, കുറച്ചെണ്ണം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് എന്താ? ജോയിനിങ് ഓർഡർ ആണ്. So after sending the appointment offer of appointment ഒക്കെ കൊടുത്തു, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാവരും വായിച്ചൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മൾക്ക് എന്താണ് പറയാ, അടുത്തത് ജോയിനിങ് ഓർഡർ ആണ് കൊടുക്കുന്നത്. എന്താണ്? നിങ്ങൾ ഇന്ന ദിവസം ജോയിൻ ചെയ്യണം, നിങ്ങളുടെ സൈൻ ഒക്കെ ചെയ്ത് നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാനൊക്കെ എന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തിട്ട് അതെല്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് റിട്ടേൺ ചെയ്തു. കാരണം അവർ പറഞ്ഞല്ലോ അവിടെ എന്ത് ചെയ്യണം, നിങ്ങൾ ടോക്കൺ ആയിട്ട് നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങൾ ടേംസ് എല്ലാം ഫോളോ ചെയ്യുന്നു എന്നുള്ള കാര്യം, ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയിക്കുന്നതിന്റെ ഒരു ടോക്കൺ ആണ് നിങ്ങളുടെ സിഗ്നേച്ചർ. പേര് എഴുതി സൈൻ ചെയ്ത് നമ്മൾ അങ്ങോട്ട് അയച്ചു. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എന്താ? ജോയിനിങ് ഓർഡർ ആണ്. അപ്പൊ ആസ്പിരന്റ് ദോസ് ഹാവ് റിസീവ്ഡ് ദ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. ഈ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞവരെല്ലാവരും തന്നെ അവരെന്ത് ചെയ്യും? എഴുതും, റൈറ്റിംഗ് എഴുതി തയ്യാറാക്കി they have accepted the offer of appointment കിട്ടി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എഴുതും. അല്ലെങ്കിൽ അപ്പൊ അവർക്ക് വേണമെങ്കിൽ ചിലപ്പോ ഈ പറഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെദർ ഇഫ് ദേ cannot follow, അവർക്ക് പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ they can accept or reject. അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അല്ലെങ്കിൽ make or ask a modification in the offer of appointment. ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കാം. കിട്ടി പോയാൽ പോയി. അപ്പൊ വേണമെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം, ഇന്ന ഒരു റൂള് ഒന്ന് മാറ്റാൻ പറ്റുമോ, ഇന്നൊരു കാര്യം ഒന്ന് എനിക്ക് പറ്റില്ലല്ലോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നൊരു സജഷൻ വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാനത് റിജക്ട് ചെയ്യും. അതല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ ഇറ്റ് ഈസ് ദ ലിബർട്ടി ഓഫ് ദ കമ്പനി ഓർ ഓർഗനൈസേഷൻ. അപ്പൊ അത് ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷന്റെ സ്വാതന്ത്ര്യമാണ് വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദാറ്റ് സജഷൻ. ഞാൻ പറയാണ്, അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റില്ലല്ലോ, ഇന്ന ഒരു കണ്ടീഷൻ പറഞ്ഞു, പക്ഷെ അതെനിക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ലല്ലോ, അതിലെന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു രീതി അതിനകത്ത് എന്തെങ്കിലും ഒന്ന് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എനിക്ക് ഓക്കെ ആണ് എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പൊ സജസ്റ്റ് ചെയ്യുമ്പോൾ വെദർ ദ കമ്പനി ഈസ് ഓക്കെ, കമ്പനി ഓക്കെ ആണെങ്കിൽ കമ്പനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായത് ശരി ആ ആൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു കണ്ടീഷൻ വേണമെന്ന് മാറ്റാം എന്ന് കമ്പനിയുടെ സ്വാതന്ത്ര്യമാണ്. നമുക്കത് വേണമെങ്കിൽ മാറ്റാം, അല്ല പറ്റില്ല, നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടി അതൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല എന്നാണെങ്കിൽ അങ്ങനെ അത് അവരുടെ സ്വാതന്ത്ര്യം, അവർക്കത് ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ എന്ന് വേണമെങ്കിൽ ചെയ്യാം. അതിനൊരു എക്സാമ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു എക്സാമ്പിൾ ആണ്. ഒരു ഹോസ്പിറ്റൽ എൻവയൺമെന്റില് ഒരാൾക്ക് ഇപ്പൊ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചു നോക്കി. അപ്പൊ നമുക്കറിയാലോ ഹോസ്പിറ്റലിലെ ജോലിക്കാർക്ക് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഒക്കെ ഒരു നൈറ്റ് ഡ്യൂട്ടി വരൂലേ? അപ്പൊ അവിടെ നമ്മളുടെ ഈ ഇത് ജോബ് ആസ്പിരന്റ് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ചില റീസൺസ് കൊണ്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനായിട്ട് പറ്റില്ല, റെഡിയല്ല. he or she is not ready to do the night duty. Night duty ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും റീസൺസ് ആയിരിക്കും കാരണം. അപ്പോ വേണമെങ്കിൽ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിന് അയ്യോ എന്താ പറയാ നൈറ്റ് ഡ്യൂട്ടി ചെയ്യാണ്ട് പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല കേട്ടോ, ഓക്കെ വിട്ടേക്ക്. അപ്പൊ ആളെ അങ്ങോട്ട് വിട്ടു, നമുക്ക് വേണ്ട, ആളെ എടുക്കാൻ പറ്റില്ല. അതേസമയം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ചോദിച്ചത്, ആ സജസ്റ്റ് ചെയ്തത്, നൈറ്റ് ഡ്യൂട്ടി ഇല്ലെങ്കിലും ആ ആളുടെ, അതായത് നമ്മളോട് ആ ചോദിച്ച ആ കാൻഡിഡേറ്റിന്റെ, ആ ജോബ് ആസ്പിരന്റിന്റെ എന്താ പറയാ കുറെ ക്വാളിഫിക്കേഷൻസ് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ആ ഒരു ഓർഗനൈസേഷന് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് ആളുടെ ജോലി എത്രത്തോളം എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്, നെസസറി ആണ് എന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സജഷൻ അങ്ങോട്ട് മാറ്റി കൊടുക്കാം പറ്റുമെങ്കിൽ. അതായത് ആളുടെ ഇമ്പോർട്ടൻസ് കൂടി നോക്കിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റം വരുത്താറുണ്ട് ആ ഒരു റൂൾസിൽ. അതുപോലെ സാലറിയുടെ ടേംസിലും അങ്ങനെയൊക്കെ എന്താ പറയാ അതെ ഇത്രയാണ് സാലറി ഓഫർ ചെയ്യണേന്ന് പറഞ്ഞ് നമ്മളോട് അവിടെ പറഞ്ഞല്ലോ, നേരത്തെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നിനക്ക് ഇത്ര സാലറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ സജസ്റ്റ് ചെയ്യണം, ഓ എനിക്ക് അത്രയും സാലറി പറ്റില്ല സർ, എനിക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി സാലറി തരണം, കാരണം ഐ ആം ബാഡ് ഇൻ നീഡ് ഓഫ് എന്ന് പറയാണ്, എനിക്ക് അത്രയും മോശം സിറ്റുവേഷനിലാണ്, എനിക്ക് അത്രയും സാലറി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കുക ആ ജോബ് ആസ്പിരന്റിന്റെ ക്വാളിഫിക്കേഷൻ, നീ ഇത്രയും സാലറി ചോദിക്കാനുള്ളതുണ്ടോ, അവന്റെ ക്വാളിഫിക്കേഷനും അവന്റെ ആ ഒരു എന്താ പറയാ അവന്റെ ഒത്തിരി കഴിവുകളുണ്ട്, വേറെ സ്കിൽസ് എബിലിറ്റീസ് ഒക്കെ നോക്കി ആളുടെ എത്രത്തോളം ആളുടെ സേവനം നമ്മുടെ
നമ്മുടെ ഓർഗനൈസേഷന് വേണം എന്ന് നോക്കി അതിന്റെ പ്രാധാന്യം കൂടെ ഒക്കെ നോക്കി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ ഇതിന്റെ സാലറി ഇന്ന് മാറ്റി ഇത്രയാക്കി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു അങ്ങനെ പറയാം. അതല്ല പറ്റില്ല, നമുക്ക് ഇതേ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, നമ്മൾ അത്രയും വില ആ ആൾക്ക് കാണുന്നുള്ളൂ. കാരണം ആളുടെ ജോലിയും കൊണ്ട് അതിന് പകരം എനിക്ക് വേറെ ആളെ ഇതേ വിലക്ക് കിട്ടും, അല്ലെങ്കിൽ ഇത്രയും സാലറി കൊടുത്ത് എനിക്ക് വേറെ ആളെ കിട്ടും എന്നുണ്ടെങ്കിൽ ഓക്കെ അവരത് റിജക്ട് ചെയ്യും. അതേസമയം ഇത് എന്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി വളരെ ക്വാളിഫൈഡ് ആണ്, വളരെ എന്താ പറയാ എനർജറ്റിക് ആണ്, സ്മാർട്ട് ആണ്, എല്ലാ സ്കില്ല് എബിലിറ്റി ഒരുപാട് കഴിവുകളുണ്ട്. ആളെ വെച്ച് നമുക്ക് പരമാവധി അവനിപ്പോ ഇത്തിരി 10 രൂപ കൂടുതൽ കൊടുത്താലും എന്ത് ചെയ്യാം, 10 മാസം കൊണ്ട് അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അത്രയും കഴിവുള്ള ഒരു കാൻഡിഡേറ്റ് ആണ് തന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കൂല, അവരെടുക്കും, അവരുടെ സജഷൻ അംഗീകരിക്കും. അതാണ് പറഞ്ഞേക്കണം. അതിനുള്ള ലിബർട്ടി ആർക്കുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിനിങ് കൺഫേം ചെയ്തിട്ടുള്ള ലെറ്ററുകളൊക്കെ നമ്മൾ എന്താ പറയാ സെൻഡ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ത്രൂ പ്രോപ്പർ ചാനൽ they will inform the date and also the joining time. എന്നാണ് വരണ്ടേ, ഏത് ഡേറ്റിനാ വരണ്ടേ, സമയവും സന്ദർഭവും ഒക്കെ എന്താ പറയാ നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് ഹാൻഡ് റിട്ടൺ കോപ്പി ആയിട്ടൊക്കെ അതിന്റെ ആധികാരികതയൊക്കെ ഉറപ്പുവരുത്തുന്ന രീതിയിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അത് അവർക്ക് കൃത്യമായിട്ട് റെഫർ ചെയ്യാനുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ ജോയിനിങ് ഓർഡറിൽ വരുന്നതാണ്. മനസ്സിലായോ? അതില് ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. നന്നായി വായിച്ചു നോക്കിക്കോട്ടെ, ആ ഒരു പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കാം. എന്നിട്ട് മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. ബിക്കോസ് ദി ടൈം ഈസ് ഓവർ. ദ ആസ്പിരന്റ് ഹു ഹാസ് റിസീവ്ഡ് ദ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ രണ്ടാമത്തെ സെന്റൻസ് ഫോർ എക്സാമ്പിൾ എന്ന് തുടങ്ങുന്നതിന് മുമ്പ് വരെ അതും അണ്ടർലൈൻ ചെയ്യാം. ഹി ഓർ ഷീ ക്യാൻ റിജക്ട് or ask for a modification in the order of appointment. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. എക്സാമ്പിൾ വേണ്ട. ഇനി പിന്നെ ഒരു സെന്റൻസ്, joining order should be addressed to the hospital administrator or human resource manager through proper channel of the hospital as per hospital advice. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ആയിരിക്കണം നമ്മള് എന്ത് ചെയ്യണേ, ജോയിനിങ് ഓർഡർ ഇന്ന ദിവസം ജോയിൻ ചെയ്തു എന്നുള്ള ഓർഡർ സെൻഡ് ചെയ്യേണ്ടത് അവരുടെ പേരിലേക്കാണ് കേട്ടോ. ആ ഒരു സെന്റൻസ് കേട്ടാ. ഇത് കണ്ടോ, കിട്ടിയ എല്ലാവർക്കും അഡ്വൈസ് വരെ. അഡ്വൈസ് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഇവിടെ ഇതാണ് കേട്ടോ. ഇറ്റ് ഷുഡ് ബി പ്രിഫറബിളി സോറി അതിന് മുമ്പുണ്ട് അക്സെപ്റ്റൻസ് ഓഫ് എക്സിസ്റ്റിംഗ് ഫ്യൂച്ചർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് അക്സെപ്റ്റൻസ് ജോയിനിങ് ഓർഡർ വരെ. ഓക്കെ, അത്ര വരെയൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കാം. ഇഫ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പാരഗ്രാഫ് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം. വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നതല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. അതൊക്കെ വളരെ സിമ്പിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയാ നമ്മളുടെ PG-യിലെ ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഇത്. ഇതിന്റെ കുറച്ച് ഭാഗം മാത്രം തുടക്കം, അത് ഹ്യൂമൻ റിസോഴ്സിലേക്ക് എത്തുമ്പോ അത് എംപ്ലോയ്മെന്റ് നമ്മുടെ റിക്രൂട്ട്മെന്റ് സെലക്ഷനിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ച് സിമ്പിൾ ആകും. ബാക്കി എന്താ പറയാ തുടക്കം മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുള്ളൂ. അപ്പൊ നന്നായിട്ട് വായിച്ചു നോക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.